सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सुमुखश्चैकदन्तश्च कपिलो गजकर्णकः लम्बोदरश्च विकटो विघ्नराजो विनायक धूमकेतुर्गणाध्यक्ष फालचन्द्रो गजानन वक्रतुण्डशूर्पकर्णो हेरम्बस्कन्दपूर्वज। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। वन्दे श्रीचिन्मयानन्दं देशिकं ब्रह्मवित्तमं तत्त्वज्ञानोपदेष्टारं काश्युत्तरनिवासिनं। शरज्योत्स्नाशुद्धां शशियुतजटाजूडमकुडां वरत्रासत्राण स्फटिकगुडिकापुस्तककरां सकृन्नत्वा कथमिव सतां सन्निधतते मधुक्षीरद्राक्षा मधुरिमधुरीणा फणिदयः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगता अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्। ഹരി ഓം. ആരാധ്യ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഈ തത്വസമീക്ഷാ സത്രത്തിൽ ഭക്തന്മാരായ നിങ്ങളോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം ഭഗവാന്റെ ലീലകളെക്കുറിച്ചിട്ട് ഭഗവാന്റെ ഉപദേശങ്ങളെക്കുറിച്ചിട്ട് ഉറക്കെ ചിന്തിക്കാനുള്ളതായിട്ടുള്ളൊരവസരം കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള അവസരങ്ങൾ. അതിന് നിമിത്തമായിരുന്ന ഇവിടുത്തെ ഭാരവാഹികളോട് എനിക്കുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഈ കാണുന്ന വിശ്വം പ്രകൃതി പുരുഷ സംയോഗത്താൽ ഉണ്ടായതാണ്. 13-ാം അധ്യായം ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രത്യേകം അതെടുത്ത് പറയണു. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതഋഷഭ. അല്ലയോ അർജുന, ഈ കാണുന്ന സൃഷ്ടിയിലെ പ്രപഞ്ചത്തിലെ അനുഭവമണ്ഡലത്തിൽ എന്തെല്ലാം നീ കാണുന്നുവോ, എന്തെല്ലാം നീ അനുഭവിക്കുന്നുവോ, അതെല്ലാം തന്നെ പ്രകൃതി പുരുഷന്മാരുടെ സംയോഗം കൊണ്ട് ഉണ്ടായതാണ്. അതിന് പ്രകൃതി പുരുഷൻ എന്നുള്ളതിന് പകരം ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചത് ക്ഷേത്രജ്ഞ സംയോഗം എന്നാണ്. ക്ഷേത്രമാണ് പ്രകൃതി, ക്ഷേത്രജ്ഞനാണ് പുരുഷൻ. എന്താണ് ക്ഷേത്രം? വീണ്ടും ഭഗവാൻ 13-ാം അധ്യായത്തിൽ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരണു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ശരീരം എന്ന് പറഞ്ഞാലും ക്ഷേത്രം എന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറഞ്ഞാലും ഒരേ ഒരു വസ്തു തന്നെയാണ്. എന്താണ് പ്രകൃതി? അതും ഭഗവാൻ 7-ാം അധ്യായം ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഭൂമിരാപോനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹംകാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടധ. ഭൂമി ആപഹ അനലഹ വായു ഖം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരം. അതുകൂടാതെ മനഃ ബുദ്ധി അഹംകാര, മനസ്സ്, ബുദ്ധി, അഹങ്കാരമാകുന്നതായിട്ടുള്ള 3 അതും പഞ്ചഭൂത നിർമ്മിതം തന്നെയാണ്. അതിനെ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. അപ്പം ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ പഞ്ചഭൂത നിർമ്മിതങ്ങളാണ്. അത് തൻ്റെ
8 തരത്തിലുള്ള പ്രകൃതിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. പ്രകൃതി എന്ന് വെച്ചാൽ പഞ്ചഭൂത നിർമ്മിതം, പഞ്ചഭൂതങ്ങൾ എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അപരേയമിതസ്ത്വന്യാം പ്രകൃതി മേ വിദ്ധി പരാം. ഇപ്പം പറഞ്ഞ 8 എൻ്റെ അപരപ്രകൃതിയാണ്. ഇതിലും പരാം, ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വേറൊരു പ്രകൃതി എനിക്കുണ്ട് അർജുന. അതിനെ പരപ്രകൃതി എന്ന് പറയണു. മേ പരാം പ്രകൃതിം വിദ്ധി, എൻ്റെ പരമായിട്ടുള്ള ആ പ്രകൃതിയെക്കുറിച്ചിട്ടറിയൂ. അപ്പോൾ ഭഗവാൻ ഇവിടെ ആ പരപ്രകൃതി എന്താണ്? ജീവഭൂതാം മഹാബാഹോ, അതൊക്കെണ്ടാണ് ജീവനായിട്ട് ഞാൻ ഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ജീവൻ ചൈതന്യമാണല്ലോ, ചൈതന്യമാണ് പുരുഷൻ. അതുകൊണ്ട് പ്രകൃതി പുരുഷൻ എന്നുള്ളതിന് പകരമായിട്ട് ഇവിടെ ഭഗവാൻ ഉപയോഗിച്ചത് അപരപ്രകൃതി എന്നും പരപ്രകൃതി എന്നുമാണ്. അപ്പം അപരപ്രകൃതി പരപ്രകൃതി എന്ന് പറഞ്ഞതായിട്ട് സമയം രണ്ടും ഒന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം സൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് ഇവിടെ എൻ്റെ ഉണ്ടായിരുന്നത് ഒരേ ഒരു പരബ്രഹ്മ വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ആദ്യം മഹത്വത്വമുണ്ടായി, മഹത്വത്വത്തിൽ നിന്ന് അഹം തത്വമുണ്ടായി, അഹം തത്വത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളുണ്ടായി, പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ തന്നെ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്നിൽ നിന്ന് ഉണ്ടായതെല്ലാം തന്നെ അത് തന്നെയാണല്ലോ. അതുകൊണ്ട് പ്രകൃതിയും പുരുഷനും വേറെ വേറെയല്ല. ഭഗവാൻ പറഞ്ഞത് ഭഗവാന്റെ 2 പ്രകൃതി, പരപ്രകൃതിയും അപരപ്രകൃതിയുമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഇവിടെയുള്ളത് ഒന്നേയുള്ളൂ, ഏകമേവ അദ്വിതീയം. പ്രകൃതി എന്താണ് വാസ്തവത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് പുരുഷനിൽ വ്യക്തമാക്കപ്പെട്ടതാണ്, സ്പഷ്ടമാക്കപ്പെട്ടതാണ്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രകടമായത് പ്രൊജക്ഷൻ എന്ന് പറയും. സ്പഷ്ടമായത് അല്ലെങ്കിൽ പ്രകടമായത്, മാനിഫെസ്റ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ. സനാതനധർമ്മം അനുസരിച്ചിട്ട് സൃഷ്ടി എന്നുള്ളത് ക്രിയേഷൻ എന്നുള്ളതല്ല. സായിപ്പ് തെറ്റായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. സൃഷ്ടി എന്ന് പറഞ്ഞപ്പോൾ ക്രിയേഷൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. തെറ്റാണത്. സൃഷ്ടി എന്നുള്ളത് ഇവിടെ എന്താണ്? പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സിനിമയാണ്. സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്നു. സിനിമ എന്താണ്? പ്രൊജക്ഷനാണ്. വെള്ള തിരശീല അല്ലെങ്കിൽ വെള്ളിത്തിര എന്ന് പറയണു. വെള്ളിത്തിരയിൽ മാറി 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 വരുന്നതായിട്ട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളെ നമുക്ക് കാണാം, ആ കഥ നമുക്ക് മനസ്സിലാക്കാം, ആ കഥ നമുക്ക് അനുഭവിക്കാം. ആ അനുഭവത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഭയമുണ്ട്, രാഗമുണ്ട്, ക്രോധമുണ്ട്, എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള വ്യവഹാരങ്ങളും ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും ആ വെള്ളിത്തിരശ്ശീലയിൽ മാറി മാറി വരുന്ന ചിത്രങ്ങളിൽ കൂടിയിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കരയണു, ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, ചിലപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നു. ഈ വ്യവഹാരങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം. പക്ഷെ എപ്പോഴാണോ പ്രൊജക്ഷൻ അവസാനിക്കുന്നത് അതോടുകൂടിയിട്ട് എന്താ നോക്കൂ, പിന്നെ ലവലേശം പോലും ചിത്രങ്ങൾ ബാക്കിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? ആ തിരശ്ശീല മാത്രമേ ഉള്ളൂ. കുറച്ചു മുമ്പേ നമ്മൾ ആ തിരശ്ശീല അഗ്നി കണ്ടു. ആ അഗ്നിയിൽ തിരശ്ശീല കരിഞ്ഞു പോവില്ല. വെള്ളപ്പൊക്കം കണ്ടു ആ സിനിമയിൽ. പക്ഷേ ആ ജലം ഒരിക്കലും തന്നെ ആ തിരശ്ശീലയെ നനയ്ക്കില്ല. ഇതാണ് ആ തിരശ്ശീലയും ആ ചിത്രങ്ങളും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം. ഇതേ ബന്ധമാണ് പ്രകൃതിയും പുരുഷനും തമ്മിൽ. പുരുഷൻ പരമാത്മാ, ആ പരമാത്മാവിൽ വിക്ഷേപിക്കപ്പെട്ടതാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ. അല്ലെങ്കിൽ അതിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടതാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ തന്നെ. ഈ വിശ്വം, പ്രപഞ്ചം, അനുഭവമണ്ഡലങ്ങൾ, ലോകം എന്നെല്ലാം അറിയപ്പെടുന്നതായിരിക്കുന്ന പ്രകൃതി, അതിനെയാണ് ഒരുമിച്ച് പ്രകൃതി എന്ന് പറയുന്നത്. ഭഗവാൻ, ഈശ്വരൻ, പരമാത്മാ, പരബ്രഹ്മം എന്നെല്ലാം അറിയപ്പെടുന്നതായിട്ടുള്ള പുരുഷൻ.
രണ്ടും വേറെ വേറെയല്ല, രണ്ടും ഒന്നു തന്നെ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അതുകൊണ്ടാണ് വേദം പറഞ്ഞത് സർവം ഖലു ഇദം ബ്രഹ്മ. ഇവിടെ കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്ന് വേദം പറയാനുള്ളതായിട്ടുള്ള കാരണം അതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്ത് വേണം? ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്വഭാവമോ വാക്കുകളോ പെരുമാറ്റമോ കർമ്മങ്ങളോ ഒക്കെ കണ്ടിട്ട് അവരെ പ്രശംസിക്കുകയും വേണ്ട, അവരെ നിന്ദിക്കുകയും വേണ്ട. കാരണം ഞാൻ വേറെ അവൻ വേറെയില്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഏകാദശ സ്കന്ധം 28-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഭഗവാന്റെ ഈ ഉപദേശത്തോട് കൂടിയിട്ടാണ്. പരസ്വഭാവകർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വമേകാത്മകൻ പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പ്രകൃതിയാലും പുരുഷനാലും നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന, ചേർന്ന് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഈ വിശ്വം ഏകാത്മകം പശ്യന്, ഒരേ ഒരു രൂപം, ഒരേ ഒരു സത്യവസ്തുവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ വേറെ നീ വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരെ സ്തുതിക്കാനാണ്, ആരെ നിന്ദിക്കാനാണ്? നിന്ദാസ്തുതികൾ സാധാരണ നമ്മൾ ചെയ്യുന്നു. നിന്ദാസ്തുതികൾ ചെയ്യുന്നതായിട്ട് സമയത്ത് നമ്മൾ അദ്വൈതമായിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന പാതയെ വിട്ടിട്ട് മിഥ്യയായിരിക്കുന്നതായിട്ടുള്ള ദ്വൈതത്തിൽ കുടുങ്ങി കറങ്ങി കഴിയുന്നവരാണ്. ദ്വൈതത്തിലെ സുഖാനുഭവങ്ങളിൽ പെട്ടിട്ട്, സുഖാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, സുഖ ദുഃഖ അനുഭവങ്ങളിൽ പെട്ടിട്ട് നമ്മൾ നമ്മുടെ സ്വരൂപത്തെ അറിയുന്നില്ല. സ്വസ്വരൂപത്തെ നമ്മൾ വിസ്മരിച്ചു, അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലോ എപ്രകാരം? ഉറങ്ങുന്നവരെ പോലെയോ അല്ലെങ്കിൽ മൃതനെ പോലെയോ എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരണം. ദ്വൈതം തന്നെ മിഥ്യയായതുകൊണ്ട് നല്ലത് ചീത്ത എന്നുള്ളതില്ല, പ്രശംസനീയമെന്നോ നിന്ദ്യം എന്നുള്ളതോ അങ്ങനെയുള്ളതായിട്ടുള്ള ഭേദഭാവമില്ല. പറയപ്പെടുന്നത് എന്തും, വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയുന്നത് എന്തും, എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങളും മനസ്സിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളും ബുദ്ധിയിലുള്ളതായിട്ടുള്ള ചിന്തകളും എല്ലാം മിഥ്യയാണ്. അവ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് മാത്രം. പ്രതീതി എന്ന് നമ്മളതിനെക്കുറിച്ചിട്ട് പറയണോ? അപ്പം എന്താണ്? ഞാൻ സുഖിയുമല്ല, ഞാൻ ദുഃഖിയുമല്ല, ഞാൻ രാഗിയുമല്ല, ഞാൻ ദ്വേഷിയുമല്ല. ദ്വന്ദ്ങ്ങൾ ഇല്ല എനിക്ക്, ഞാൻ ഏകം. എങ്കിലും ഈ ദ്വന്ദ്ങ്ങൾ ലൗകികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിബിംബം പോലെയോ അല്ലെങ്കിൽ ഒരു പ്രതിധ്വനി പോലെയോ നമ്മളെ ഭയപ്പെടുത്തുന്നു, നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നു. ഏകമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്നതായിട്ടുള്ള സത്യത്തെ അറിയാതെ അനുഭവിക്കാതെ ഇപ്രകാരമുള്ള നാനാത്വത്തിൽപ്പെട്ടിട്ട് കറങ്ങുന്നവനെയാണ് സംസാരി എന്ന് പറയണത്. വാസ്തവത്തിൽ സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ ഇല്ല. സൃഷ്ടിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നതും പരിപാലിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നതും ഇനി സംഹരിക്കപ്പെടേണ്ടതുമായിട്ടുള്ളത് ഒരേ ഒരു വസ്തു മാത്രമാണ്. ത്രിഗുണങ്ങളായിരിക്കുന്ന മായ തോന്നിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾക്കതിനെ കാണിച്ചു തരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമാണ് പ്രപഞ്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ സംസാരം. ഇതറിയണം. ഈ ജ്ഞാനം നേടിയവൻ, അതിനെ വിജ്ഞാനമാക്കിയിട്ട് മാറ്റിയിട്ടുള്ളവൻ ഈ ഭയദുഃഖ സംസാരത്തെ വിട്ടിട്ട് സ്വതന്ത്രനായിട്ട് സ്വസ്ഥനായിട്ട് ശാന്തനായിട്ട് ലോകത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. ലോകേ ചരതി സൂര്യവത് ന നിന്ദതി ന സ്തൗതി. ആദ്യന്തമുള്ളതായിട്ടുള്ള ഈ ലോകം, ഇതിന് തുടക്കമുണ്ട്, ഇതിനൊരവസാനമുണ്ട്. അത് വാസ്തവത്തിൽ ഇല്ലാത്തത് തന്നെയാണ്. ഒരിക്കലും അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യവുമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞത് മത്ത പരതരം നാണ്യത് കിഞ്ചിതസ്തി. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ശാസ്ത്ര പഠനം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ തത്വം അല്ലെങ്കിൽ സത്യം അറിഞ്ഞ് അനുഭവിച്ച് സ്വസ്ഥരാകുകയാണ് വേണ്ടത്. ഭഗവാന്റെ ഈ അമൃതവാണികളാണ് ആദ്യത്തെ 5-8 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് കേട്ടപ്പോൾ ഉദ്ധവനൊരു സംശയം ഉണ്ടായി. ആർക്കാണ് ഭഗവാനെ ഈ സംസാരം?
ആർക്കാണ് ഭഗവാനെ ഈ സുഖദുഃഖങ്ങൾ, ഈ ഭയ ശോകങ്ങളൊക്കെ തന്നെ മോഹം ആർക്കുള്ളതാണ്? പുരുഷനാണോ പ്രകൃതിക്കാണോ? അങ്ങ് പറഞ്ഞു പുരുഷനും പ്രകൃതിയും ചേർന്നുണ്ടായതാണെന്നാണല്ലോ. അപ്പം പുരുഷനാണോ ഈ ദുഃഖം, അല്ല പ്രകൃതിക്കാണോ ഈ ദുഃഖം? ചിന്തിച്ചു നോക്കുമ്പോൾ പുരുഷനാവാൻ സാധ്യതയില്ലല്ലോ. കാരണം പുരുഷൻ ആരാണ്? ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപം എങ്ങനെയിരിക്കണോ? അമൃതമാണ്, അവ്യയമാണ്, അവിനാശിയാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, പരിശുദ്ധമാണ്, അനാവൃതമാണ്. അത് വിദ്യയുടെ തനിസ്വരൂപമാണ്, സ്വയം പ്രകാശകമാണ്. ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ ആത്മസ്വരൂപത്തിന് അഥവാ പുരുഷന് ഈ ഭയദുഃഖ സംസാരം ഉണ്ടാവാനുള്ളതായിട്ടുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി പ്രകൃതിക്കാണോ? പ്രകൃതി എന്നുള്ളത് നേരത്തെ പറഞ്ഞു ശരീരം തന്നെയാണെന്നും. ശരീരം എങ്ങനെയുള്ളതാണ്? ജഡമാണ്. ജഡം ദാരുവത് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ദാരുവത് വെച്ചാൽ മരക്കഷ്ണം പോലെ, അചിത്ത്, ചൈതന്യമില്ല അതിന്. അപ്പോൾ ആർക്കാണ് സംശയം? കസ്യ ഏവ സംസൃതി എന്നവിടെ ഉദ്ധവൻ ചോദിക്കുന്നു. ഇതിന് സമാനമായിട്ട് ചോദ്യം തൃതീയ സ്കന്ധത്തിൽ കപില ഭഗവാനോട് ദേവഹൂതി മാതാവ് ചോദിക്കുന്നുണ്ട്. പുരുഷം പ്രകൃതിർബ്രഹ്മൻ ന വിമുഞ്ചതി കർഹിജിത് അന്യോന്യപാശ്രയത്വാത് ച നിത്യത്വാത് അനയ പ്രഭോ. ചൈതന്യമാകുന്നതായിട്ടുള്ള പുരുഷനെ ജഡമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും വേർതിരിച്ച് അറിയേണ്ടതാണ് എന്നുള്ളതായിട്ട് തത്വമാണ് അവിടെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് ദേവഹൂതിക്ക്. അതറിഞ്ഞ് അനുഭവിക്കാൻ ഉപദേശിച്ചതായിട്ട് സമയത്ത് ദേവഹൂതിക്ക് ഉണ്ടായിട്ടുള്ള സംശയമാണ് ദേവഹൂതി അവിടെ ചോദിച്ചത്. ജീവനെ അല്ലെങ്കിൽ പുരുഷനെ പ്രകൃതി ഒരു കാലത്തും വിട്ടുപിരിയുന്നില്ലല്ലോ. അവർക്ക് പരസ്പരമായിട്ടൊരു സംബന്ധമുണ്ട്, നിത്യത്വമുണ്ട്. രണ്ടുപേരും അന്യോന്യം ആശ്രയിച്ചിരിക്കണം. പറഞ്ഞു വന്നത് ഈ ചോദ്യം, ആർക്കാണ് ഈ സംസാരം, ആർക്കാണ് ഈ സുഖദുഃഖങ്ങൾ, ആർക്കാണ് ഈ ദ്വന്ദ്ങ്ങൾ എന്നുള്ളത്, ആ ചോദ്യം അന്നും ഇന്നും എന്നും പ്രസക്തമാണ്. നമ്മുടെ ഉള്ളിലും ഈ ചോദ്യം ഉണ്ടാകാറുണ്ട്. കുറേയൊക്കെ ശാസ്ത്രം പഠിക്കുന്നതായിട്ട് സമയത്ത് ഞാൻ ജഡമായിട്ട് ശരീരമല്ല, ഞാൻ ചൈതന്യസ്വരൂപിയായിരിക്കുന്ന ജീവൻ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്, ഭഗവാനാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കുക? ആരാണ് ഇത് അനുഭവിക്കണത് എന്നുള്ളതായിട്ടുള്ള സംശയം നമുക്കും. അതുകൊണ്ടാണ് എന്നും പ്രസക്തമായിരിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ ഏകാദശ സ്കന്ധം 28ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 44 വരെയുള്ളതായിട്ടുള്ള 33 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. 12ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങണു, യാവത് ദേഹേന്ദ്രിയ പ്രാണൈഹി ആത്മന സന്നികർഷണം സംസാര ഫലവാൻഷ്ടാവത് അപാർത്ഥോ അപി അവിവേകിനഃ. ആത്മനഃ ആത്മാവിന്, ജീവന് ദേഹത്തോടും ഇന്ദ്രിയങ്ങളോടും പ്രാണങ്ങളോടും സന്നികർഷണം, നല്ലൊരു ചേർച്ച, യാവത് എതുവരെയുണ്ടോ അതുള്ളതുവരെ സംസാരം എന്നുള്ളത് ഫലപ്രദമായിട്ട് തോന്നുന്നു. ആർക്ക്? അവിവേകിനഃ, അവിവേകിക്ക്. വാസ്തവത്തിൽ സംസാരമുള്ളതാണോ? ഇല്ല, അത് അർത്ഥരഹിതമാണ്. അതാണ് അപാർത്ഥ അപ്പി എന്ന് പറഞ്ഞത്. അപാർത്ഥ, ഒരു അർത്ഥവുമില്ല, ഒരു പ്രയോജനവുമില്ല ഈ സംസാരം കൊണ്ട്. മാത്രവുമല്ല അത് സുഖദുഃഖങ്ങളെ, ജനന മരണങ്ങളെയൊക്കെ തന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. ഈ സംസാര ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മചൈതന്യത്തിന് ജഡമായിരിക്കുന്നതായിട്ടുള്ള ദേഹവുമായിരിക്കുന്ന ചേർച്ച. സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ദേഹം, ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സും ശരീരവും എല്ലാം പെടുന്നു ആ ദേഹത്തിൽ. ആ ചേർച്ചയ്ക്കാണ് ജീവാത്മാ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത്. ഈ അഹം ആരാണ്? ചൈതന്യമാണോ അല്ല ജഡമായിരിക്കുന്ന ശരീരമാണോ? സാധാരണക്കാർക്കത് മനസ്സിലാവുന്നില്ല, വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ടൊരു വാക്ക് അവിടെ ഉപയോഗിക്കണു, മിഥഗ്രഥിതം. മിഥഗ്രഥിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുപിണഞ്ഞ് കിടക്കണമെന്നാണ്. വളരെ എളുപ്പത്തിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
കെട്ടുപിണഞ്ഞ് കിടക്കണോ. അതുകൊണ്ടാണ് നമുക്കതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അറിയാൻ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. വാസ്തവത്തിൽ ഞാൻ ചൈതന്യമാണ്, പക്ഷെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ദേഹമായിട്ട് തീർന്നിരിക്കണു. ദേഹ താതാത്മ്യത്തിലാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. സുഖദുഃഖങ്ങളും ജനന മരണങ്ങളുമാകുന്ന സംസാര അനുഭവങ്ങൾ. ഈ വിഷയങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്തവ, ഉണ്ടെന്നു തോന്നുന്നുവെന്ന് മാത്രം, പ്രതീതി എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ 13ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരണു, അർത്ഥേ ഹവിദ്യമാനേപി സംസൃതിർ ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നെ അനർത്ഥാഗമോ യഥാ. ഇല്ലാത്ത വസ്തുക്കൾ, അതിൻ്റേതായിട്ടുള്ള അനുഭവം, അതാണ് അവിദ്യമാനഃ അർത്ഥഃ. അവിദ്യമാനഃ ഇല്ല, അർത്ഥഃ വിഷയങ്ങളൊന്നും തന്നെയില്ല. രൂപമോ അല്ലെങ്കിൽ ഗുണമോ അല്ലെങ്കിൽ ശബ്ദമോ അല്ലെങ്കിൽ രുചിയോ ഇതൊന്നും ഇല്ലേ ഇല്ല. അതാണ് അർത്ഥേ അവിദ്യമാനഃ എന്ന് പറഞ്ഞത്. പക്ഷേ എന്താണ്, ആ വസ്തുക്കൾക്ക്, ആ വിഷയങ്ങൾക്ക് ഒരു യഥാർത്ഥ ബോധം നമ്മൾ ഉണ്ടാക്കുന്നു, സങ്കല്പിക്കുന്നു. ആ സങ്കല്പത്തോട് കൂടിയിട്ട് വീണ്ടും 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 അതിനെ സ്മരിക്കാനിടയാകുന്നു. വിഷയാൻ ധ്യായതഃ, വിഷയങ്ങളെ ധ്യാനിക്കാൻ, വീണ്ടും വീണ്ടും ചിന്തിക്കാനിടയാകുന്നു. ഈ വിഷയസ്മരണ എതുവരെ ഉണ്ടോ അതുവരെ സംസാരം ന നിവർത്തതേ, സംസാരത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള നിവർത്തിക്കലും ഇല്ല. നമ്മൾ സംസാരത്തിൽ തന്നെ കുടുങ്ങിക്കഴിയുന്നു എന്നാണ്. ഉദാഹരണം പറഞ്ഞു, യഥാ സ്വപ്നെ അനർത്ഥാഗമഃ. സ്വപ്നം കാണാറുണ്ട് നമ്മൾ. സ്വപ്നത്തിൽ സുഖദുഃഖങ്ങളുണ്ട്. സ്വപ്നത്തിൽ സുഖദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളെ, ഒരുപാട് വിഷയങ്ങളെയൊക്കെ തന്നെ നമ്മൾ കാണുന്നു. സ്വപ്നം ഞാൻ കണ്ടതായിട്ട് സമയത്ത് എൻ്റെ മാറിൽ ഒരു ആന വന്നിട്ട് ഇങ്ങനെ ചവിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. വാസ്തവത്തിൽ എവിടെ ആനയുണ്ടോ? വാസ്തവത്തിൽ എവിടെ എന്താ പറയുക, ആ ഒരു അനുഭവ മണ്ഡലമുണ്ടോ? അവിടെ കിടക്കുന്നതായിട്ടുള്ള ഞാനുണ്ടോ? അവിടെ ഇല്ല. അവിടെ ഞാൻ കണ്ടത് അത് വളരെ വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ട് സമയത്തും ഇവയൊന്നും തന്നെ ഇല്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് അർത്ഥേ അവിദ്യമാനഃ എന്ന് പറയാൻ കാരണം. അതേപോലെയാണ് ഈ സംസാരത്തിൽ, അതേപോലെയാണ് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഈ സംസാര അനുഭവങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ ഇല്ല, പക്ഷേ അത് അനുഭവിക്കാനിടയാകുന്നു. ഈ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന് തെളിവ് വേണോ? തീർച്ചയായിട്ടും തെളിവുണ്ട്. അതാണ് സുഷുപ്തിയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങണതായിട്ട് സമയത്ത് ഈ ശരീരമില്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയവസ്തുക്കളും ഇല്ല. വാസ്തവാണല്ലോ. അതുകൊണ്ടല്ലേ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് ഉറങ്ങി. രാത്രി മഴ പെയ്തതോ ഇടി വെട്ടിയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വെച്ചാൽ അതൊന്നും വാസ്തവത്തിലില്ല. ജാഗ്രത അവസ്ഥയിൽ വരുമ്പോഴാണ് അവ ഉണ്ട് എന്ന് തോന്നുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ഈ 13ാമത്തെ ശ്ലോകം, 28ാം അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്ലോകമാണ്. എന്തേ അങ്ങനെ പറയാന്ന് വെച്ചാൽ, ഈ ശ്ലോകം ഭാഗവതത്തിലെ 4 സ്ഥലത്ത് ആവർത്തിച്ചിരിക്കണം. ആദ്യമായിട്ട് ഇതേ ശ്ലോകം വരുന്നത് ചതുർത്ഥ സ്കന്ധത്തിൽ 29ാമത്തെ അധ്യായത്തിൽ 35ാമത്തെ ശ്ലോകവും 73ാമത്തെ ശ്ലോകവും. 2 ശ്ലോകങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ചതുർത്ഥത്തില് 29ാമത്തെ അധ്യായം 35, 73 ശ്ലോകങ്ങൾ. വീണ്ടും ഏകാദശ സ്കന്ധത്തില് 22ാമത്തെ അധ്യായത്തില് 55ാമത്തെ ശ്ലോകം. ഇപ്പോഴിതാ ഇവിടെ ഏകാദശ സ്കന്ധത്തില് 28ാമത്തെ അധ്യായത്തില് 13ാമത്തെ ശ്ലോകം. 4 പ്രാവശ്യം ആവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആവർത്തനം എന്തിന്? ആശയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആശയം ഉറപ്പിക്കേണ്ടത്? വിഷയങ്ങൾ ഇല്ലേ ഇല്ല. വിഷയങ്ങളില്ലാത്തത് കൊണ്ട് അനുഭവങ്ങളും ഇല്ലാത്തതാണ്, മിഥ്യയാണ്, ഉണ്ടെന്ന് തോന്നുന്നവ മാത്രമാണ്. സ്വപ്നത്തിലുള്ളതായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഉണരുന്നതുവരെയല്ലേ ഉള്ളൂ. ഉണർന്നവനെ അവർ ബാധിക്കുന്നില്ലല്ലോ ഒരിക്കലും. സ്വപ്നത്തിൽ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഒരാൾ സ്വപ്നത്തിൽ എനിക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വലിയൊരു 2000-ൻ്റെ ഒരു കെട്ട് ഇങ്ങനെ തന്നു, അത് ഞാൻ വാങ്ങാൻ പോകുമ്പോഴേക്ക് ഉണർന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു നഷ്ടബോധം എനിക്കുണ്ടാവുമോ?
ജാഗ്രതയിലാണെങ്കിൽ നഷ്ടബോധം ഉണ്ടാവും, സ്വപ്നത്തിൽ നഷ്ടബോധമില്ല. കാരണം ഉണർന്ന ഉടനെ തന്നെ മനസ്സിലായി അതില്ലാത്തതായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ്, ജാഗ്രത അനുഭവങ്ങൾ തുരീയ അവസ്ഥയിലേക്ക്, നാലാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവമണ്ഡലം ഇല്ലേ ഇല്ല. അവിടെ എന്താ ഉള്ളത്? ഏകമേവ അദ്വിതീയം, അത് മാത്രമേ ഉള്ളൂ. അവനാണ് ജ്ഞാനി, ഇതറിയുന്നവനാണ് ജ്ഞാനി. അതുകൊണ്ട് മനസ്സിലാക്കൂ എന്ന് ഭഗവാൻ ഉദ്ധവനോട് അടുത്ത ശ്ലോകം പറയണു. 15ാമത്തെ ശ്ലോകം. ശോകഹർഷ ഭയക്രോധ ലോഭമോഹസ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മ മൃത്യുശ്ച ന ആത്മനഃ. ശോകമോ ഹർഷമോ ഭയമോ ക്രോധമോ ലോഭമോ മോഹമോ സ്പൃഹയോ ജനനമോ മരണമോ ഇവയൊക്കെ ന ആത്മനഃ, ആത്മാവിനില്ലേ ഇല്ല. പിന്നെ ആർക്കാണുള്ളത്? അഹങ്കാരസ്യ ദൃശ്യന്തേ, അഹങ്കാരത്തിനാണ് ഉള്ളത്. അപ്പൊ ആരാണ് ഈ അഹം? എന്താണ് ഈ അഹം? അതറിയേണ്ടിയിരിക്കണോ? അഹം എന്നുള്ളത് ഇവിടെ ഒരു സാങ്കേതികമായിട്ടുള്ള പദമാണ്, ടെക്നിക്കൽ വൊക്കാബുലറി. ഈ സാങ്കേതികമായിട്ടുള്ള പദങ്ങളുടെ അർത്ഥം ആചാര്യന്മാർ നമുക്ക് അവരുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ കൂടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ശങ്കര ഭഗവത്പാദരുടെ വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രകരണ ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. ആ വിവേക ചൂടാമണിയിൽ അഹം ആരാണ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരണു. 103, 104, 105 ശ്ലോകങ്ങളിൽ വിവേക ചൂടാമണിയിൽ അന്തഃകരണമേരേഷു ചക്ഷുരാദിഷു വർഷ്മണി അഹമിത്യഭിമാനേന തിഷ്ഠത്യാഭാസ തേജസാ അഹങ്കാരസ്സ വിജ്ഞേയഃ കർത്താ ഭോക്താഭിമാന്യയം സത്വാദിഗുണയോഗേന അവസ്ഥാത്രയമശ്നുതേ വിഷയാണാമാനുകൂല്യേ സുഖീ ദുഃഖീ വിപര്യയേ സുഖം ദുഃഖം ച തദ്ധർമ്മ സദാനന്ദസ്യ നാത്മനഃ. അന്തഃകരണമേതേഷു ചക്ഷുരാദിഷു വർഷ്മണി. വർഷ്മണി ശരീരത്തിൽ, ചക്ഷുരാദിഷു കണ്ണ് തുടങ്ങിയതായിട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ, പിന്നെ അന്തഃകരണത്തിൽ. അപ്പൊ ശരീര ഇന്ദ്രിയ മനസ്സുകളിൽ അഹം ഇതി അഭിമാനേന, ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ട് തിഷ്ഠതിയിരിക്കുന്നു. ആര്? ആഭാസ തേജസ. ആഭാസ തേജസ്. ആഭാസ തേജസ് എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് എന്നർത്ഥം. പ്രതിഫലന ചൈതന്യം. ഭാസം പ്രകാശമാണ്, ആഭാസം എന്നുള്ളത് പ്രതിഫലനമാണ്. ഈ ആഭാസ തേജസ് അഹങ്കാരഃ സാവിജ്ഞേയ, അവനെയാണ് അഹം അഹം എന്നറിയേണ്ടിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? അയം കർത്ത ഭോക്ത ഇതി അഭിമാനി. ഞാൻ കർത്താവെന്നും ഞാൻ ഭോക്താവെന്നും അവൻ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു. സത്വാദിഗുണയോഗേന, സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അവസ്ഥാത്രയമശ്നുതേ, ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാദി അവസ്ഥകളെ അവൻ അനുഭവിക്കുന്നു. വിഷയാണാം ആനുകൂല്യേ, അനുഭവത്തിൽ വിഷയങ്ങൾ അനുകൂലമെങ്കിൽ സുഖം, വിപര്യയേ ദുഃഖി, അതിന് വിപരീതമാണ് എന്നുണ്ടെങ്കിൽ ദുഃഖിയാണവൻ. അതുകൊണ്ട് തന്നെ സുഖം ദുഃഖം ച തദ്ധർമ്മ, ഈ സുഖവും ദുഃഖവും എന്താണ്? ആ അഹങ്കാരത്തിൻ്റെ ധർമ്മങ്ങളാണ്. സദാനന്ദസ്യ ന ആത്മനഃ, എപ്പോഴും ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആത്മാവിൻ്റെതല്ലേ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആഭാസ തേജസ്, അതാണ് അഹം അഹം എന്ന് പറയുന്നത്. ഈ അഹം, ഈ സുഖദുഃഖാനുഭവങ്ങൾ അഹങ്കാരത്തിൻ്റെതാണ്, ഒരിക്കലും തന്നെ ശാശ്വത ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെതല്ല. അപ്പോഴാണ് നമുക്ക് സംശയം, ഈ ആഭാസ ചൈതന്യത്തിന്, പ്രതിഫലന ചൈതന്യത്തിന് ഇതെല്ലാം സാധ്യമാകുമോ? വീണ്ടും കപിലോപദേശത്തിൽ കപില ഭഗവാൻ ദേവഹൂതിയോട് ഒരു മനോഹരമായിട്ടുള്ള ഉദാഹരണത്തിൽ കൂടിയിട്ട് പറഞ്ഞു കൊടുക്കണു. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേന അവദൃശ്യത്തെ സ്വാഭാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവിസ്ഥിതഃ ഏവം ത്രിവൃത അഹങ്കാരഃ ഭൂതേന്ദ്രിയ മനോമയൈഃ സ്വാഭാസൈർലക്ഷിതോനേന സഥാഭാസേന സത്യദൃക്. മനോഹരമായിട്ടുള്ളൊരു കഥ മാതിരിയാണ് പറയുന്നത്. അവിടെ ഒരാൾ ഒരു മുറി ഉണ്ടാക്കി, ജനവാതിലുകളൊന്നും വെച്ചില്ല, ഒരു വാതിൽ മാത്രമേ വെച്ചുള്ളൂ. വാതിലാകട്ടെ എന്താണ്? സൗണ്ട് പ്രൂഫ്, ലൈറ്റ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ അടച്ചു കഴിഞ്ഞാൽ
ഒരു തരി പോലും വെളിച്ചം അതിലുണ്ടാവില്ല. കൂരിരുട്ട് മാത്രമേ അതിലെപ്പോഴും ഉണ്ടാവുള്ളൂ. കാരണം വെളിച്ചം വരാനുള്ളതായിട്ടുള്ള ഒരു വഴിയും വെച്ചില്ല. ഒരു ദിവസം ഇദ്ദേഹം ആ മുറി അങ്ങോട്ട് തുറന്ന് ആ വാതിലങ്ങോട്ട് അടച്ചു എന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ തന്നെ നല്ലൊരു പ്രകാശം കണ്ടു ഒത്തിരി. അപ്പം എവിടെ നിന്നാണ് ഈ പ്രകാശം വരുന്നത്? സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചുമരിൽ ഒരു ദ്വാരം കണ്ടു. ആ ദ്വാരത്തിൽ കൂടിയിട്ട് സൂര്യപ്രകാശം വരുന്നതായിട്ട് കണ്ടു. ഇതെങ്ങനെ ഇവിടെ വരുന്നത് എന്ന് അദ്ദേഹം പുറത്തു പോയി നോക്കി. എപ്പോഴാണ് മനസ്സിലായത്? പുറത്തൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിരിക്കണു. ആ വെള്ളത്തിൽ ആകാശത്തിലെ സൂര്യൻ പ്രതിഫലിച്ചിരിക്കണു. ആ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളാണ് ആ മുറിയെ മുഴുവൻ തന്നെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതാണ് ആഭാസ തേജസ്, പ്രതിഫലനം. അത് ആ മുറിയിലുള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ. ആരാ പ്രകാശിപ്പിച്ചത്? ബക്കറ്റിലുള്ളതായിട്ടുള്ള സൂര്യൻ, പ്രതിബിംബമായിരിക്കുന്ന സൂര്യൻ. ബിംബമായിരിക്കുന്ന സൂര്യൻ ആകാശത്ത് തന്നെ ചെയ്യേണ്ട യാതൊരു മാറ്റവുമില്ലാണ്ടേ ആ ബിംബമായിട്ടുള്ള സൂര്യൻ എന്ത് ചെയ്തു? പ്രതിബിംബമായിരിക്കുന്ന സൂര്യൻ എന്ത് ചെയ്തു? ഈ മുറിയെ മുഴുവൻ തന്നെ പ്രകാശിപ്പിച്ചു. അതേമാതിരി സത്യസ്വരൂപിയായിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ ആ ഭഗവാൻ പരമാത്മാ പരബ്രഹ്മം ത്രിവിധ അഹങ്കാരത്തിൽ, ആ ത്രിവൃത അഹങ്കാരത്തിൽ പ്രതിബിംബിക്കുന്നു. ത്രിഗുണങ്ങളുടെ കാര്യമായിരിക്കുന്ന അഹങ്കാരത്തിൽ ഇത് പ്രതിബിംബിക്കുന്നു. എന്നിട്ട് ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് തുടങ്ങിയതായിട്ടുള്ള രൂപങ്ങളായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അഹം എന്ന് നമ്മൾ പറയണത്, ജീവൻ എന്ന് നമ്മൾ പറയണത് വാസ്തവത്തിൽ ബിംബത്തെക്കുറിച്ചിട്ടല്ല. ആരെക്കുറിച്ചിട്ടാണ്? പ്രതിബിംബത്തെക്കുറിച്ചിട്ടാണ്. പ്രതിഫലന ചൈതന്യമാണ്. കോൺഷ്യസ്നെസ് അല്ല, റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ആണ്. അഹം എന്നുള്ളത് തന്നെയാണ് ജീവൻ. കാരണം നാരദ മഹർഷി പ്രാചീന ഹിസ്സിന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ശ്ലോകമുണ്ട്. ചതുർത്ഥ സ്കന്ധത്തിൽ 29ാമത്തെ അധ്യായത്തിൽ 74ാമത്തെ ശ്ലോകം പറയണം. അവിടെ ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃത് ഷോഡശ വിസ്തൃതം ഏഷ ചേതനയായുക്ത ജീവ ഇത്യഭിധീയതേ. ഇപ്രകാരം 5 രൂപത്തിലിരിക്കുന്നത്, 5 രൂപം ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ. ഇങ്ങനെ തന്മാത്രകൾ, പഞ്ചതന്മാത്രകൾ, അവ ത്രിവൃത് ആണ്. ത്രിവൃത് വെച്ചാൽ 3 ഗുണങ്ങളുടേതായിരിക്കുന്ന കാര്യമാണ് അത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ കാര്യമാണ് അത്. ആ തന്മാത്രകൾ ഷോഡശ വിസ്തൃതം 16 ഭവിക്കുന്നു. 5 തന്മാത്രകളും 10 ഇന്ദ്രിയങ്ങളും ഒരു മനസ്സുമായിട്ട് 16 ഏഷഹ, ഇതിനെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. ഈ ലിംഗശരീരം ചേതനായുക്ത, ആത്മചൈതന്യം ലിംഗശരീരത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതിനെയാണ് ജീവൻ ജീവൻ എന്ന് പറയുന്നത്. പ്രതിഫലിക്കുമ്പോഴാണ് പറയണത്. നോക്കൂ, എന്തേ പ്രതിഫലിക്കുമ്പോഴാണ് പറയണത്? കാരണം പ്രകാശത്തെ നമുക്ക് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ സാധിക്കില്ല. ഇവിടെയൊക്കെ പ്രകാശമുണ്ട്. പ്രകാശത്തെ ആണോ നിങ്ങൾ കാണുന്നത്? പ്രകാശത്തെ അല്ല കാണുന്നത്. പ്രകാശം ഓരോരോ വസ്തുക്കളിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുമ്പോൾ ആ പ്രതിഫലിക്കുന്ന പ്രകാശം കൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ അറിയുന്നത്. ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് ആ പ്രകാശം ഇവിടെ വന്നപ്പോൾ കറുത്ത നിറത്തിൽ നിങ്ങൾ കാണുന്നത്, ഇവിടെ വന്നപ്പോൾ വെളുത്ത നിറത്തിൽ കാണുന്നത്, അവിടെ കാവി നിറത്തിൽ കാണുന്നത്, വേറൊരു സ്ഥലത്ത് വേറൊരു നിറത്തിൽ കാണുന്നു. എന്ത്? ഒരേ ഒരു പ്രകാശം ഓരോരോ പ്രതലത്തിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുമ്പോൾ ആ പ്രതിഫലന തേജസ്സിനെയാണ്, പ്രതിഫലന പ്രകാശത്തെയാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് പ്രകാശത്തെ നേരിട്ടല്ല കാണുന്നത്. മനസ്സിലാക്കണം. അതേമാതിരി ആ ആത്മചൈതന്യത്തെ നേരിട്ടല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി കാണുന്നതായിട്ട് സമയത്ത് അതിൻ്റെ പ്രതിഫലനത്തെയാണ് കാണുന്നത്. ബിംബത്തെ അല്ല കാണുന്നത്, പ്രതിബിംബത്തെയാണ് കാണുന്നത്. അഹം എന്നുള്ളത് എന്താണ്? വാസ്തവത്തിൽ പ്രതിബിംബമാണ്. അത് പ്രതിഫലന ചൈതന്യമാണ്. കണ്ടോ? ആ അവനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അവനാണ് കർത്ത, അവനാണ് ഭോക്ത എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇവൻ തന്നെ എന്താണ്? സമഷ്ടിയിൽ വരുന്നതായിട്ട് സമയത്ത് സൂത്രാത്മാ എന്നും മഹാനെന്നും മഹത്വത്വം എന്നും പല വിധത്തിൽ അറിയപ്പെടുന്നു. അതാണ് 16ാമത്തെ ശ്ലോകം. ദേഹേന്ദ്രിയ പ്രാണ മനോഭിമാനോ ജീവാന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുരുദേവ ഗീത സംസാര ആധാവതി കാലതന്ത്ര.
അവൻ സംസാരത്തിൽ ആധാവരി വരികയും പോവുകയും ചെയ്യുന്നു. കാരണം അവൻ കാലതന്ത്ര, അവൻ സ്വതന്ത്രനല്ല, കാലതന്ത്ര. കാലതന്ത്രൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാലത്തിന് അടിമയാണവൻ. കാലന്മാരാണ്, ഭഗവാൻ തന്നെയാണ്. കാലസ്വരൂപിയായിരിക്കുന്ന ഈശ്വരൻ്റെ വശത്താണ് അവൻ. അവൻ കാലത്തിൽ വരികയും ഈ സംസാരത്തിൽ കുറച്ചു കാലം നിലനിൽക്കുകയും അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഞാൻ ആരാണ്? ബിംബമാണോ പ്രതിബിംബമാണോ? മനസ്സിലാക്കണം. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സംശയമില്ല, ഞാൻ ബിംബം തന്നെയാണ്, എൻ്റെ പ്രതിബിംബമാണ് ഞാൻ കണ്ണാടിയിൽ കാണുന്നത് എന്നറിയിക്കാം. പക്ഷെ അതേ സമയത്ത് ആ പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ പ്രതിബിംബം ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രതിബിംബമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അവിടെയാണ് പ്രശ്നം. അതാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്, അതാണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്, അതാണ് ഭയപ്പെടുന്നത്, അതാണ് ആരോഗ്യങ്ങളാകുന്ന അനുഭവങ്ങളെ അനുഭവിക്കുന്നത്. എല്ലാം അനുഭവിക്കുന്നത് പ്രതിഫലനമാണ്. ഓർക്കണം, ഞാൻ ഏകനാണ്, ജീവൻ എന്ന് പറയുന്ന സായിട്ട് അത് ആത്മസ്വരൂപം തന്നെയാണ്, ബിംബമാണ്, ശാശ്വതമാണ്, അത് കാലത്തിന് അതീതനാണ്. പക്ഷെ എൻ്റെ പ്രതിഫലനമാകുന്നതായിട്ടുള്ള അഹമാകട്ടെ, അതിനെ ജീവൻ എന്ന് പറയണു, അവൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഒരേ ഒരു സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നിറത്തിലല്ല കാണുന്നത്, 7 നിറങ്ങളും 7 നിറങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയിട്ട് പല നിറത്തിലാണ് കാണുന്നത് അല്ലേ? അതുകൊണ്ടാണ് ബഹുവിധത്തിൽ അതിനെ അനുഭവിക്കണമെന്ന് പറഞ്ഞത്. വീണ്ടും നമ്മളൊരു കണ്ണാടി തന്നെ എടുക്കുന്നതായിട്ട് സമയത്ത് സാധാരണ കണ്ണാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിബിംബങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും കാണില്ല. നേരെ മറിച്ചിട്ട് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ഒക്കെ ഉണ്ട്. സാധാരണ സയൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ. അങ്ങനെയുള്ളതായിട്ടുള്ള കണ്ണാടിയിൽ നമ്മൾ കാണുന്നതായിട്ട് സമയത്ത് ചിലപ്പോൾ എന്തുണ്ട്, ചിലപ്പോൾ നമ്മളിങ്ങനെ മെലിഞ്ഞ് കാണും, ചിലപ്പോൾ നമ്മൾ തടിച്ച് കാണും, ചിലപ്പോൾ നമ്മുടെ രൂപം മുഴുവൻ വികൃതമായിരിക്കും. ബിംബത്തിന് യാതൊരു കേടും പറ്റിയിട്ടില്ല. ആർക്കാണ് ഈ വ്യത്യസ്തമായിരിക്കുന്ന രൂപമാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അത് പ്രതിബിംബത്തിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രതിബിംബമാണ്. അപ്പം ഞാൻ ആരാണ്? വാസ്തവത്തിൽ ബിംബമാണ്, പ്രതിബിംബമല്ല. പ്രതിബിംബമാണ് എന്ന് ഞാൻ താതാത്മ്യപ്പെടുന്നതായിട്ട് സമയത്ത് അതിൻ്റേതായിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നു. നേരെ മറിച്ച് ഞാൻ ബിംബമാണ് എന്നപ്പം ഞാൻ തിരിച്ചറിയുന്നു, അതോടുകൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടിയിട്ട് തീരുന്നു. ഈ സത്യത്തെ തത്വവിചാരം കൊണ്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയണത്. അറിഞ്ഞാൽ മാത്രം പോരാ, ആ സ്വരൂപത്തിൽ നമ്മൾ ഉറച്ചിരിക്കുകയും കൂടിയിട്ട് വേണം. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയണത്. എപ്പോഴാണോ ഞാൻ വിജ്ഞാനിയായിട്ട് തീരണത്, അതോടുകൂടിയിട്ട് വ്യാജ സൃഷ്ടിയായിരിക്കുന്ന അഹം ഇല്ലാതെയാവുന്നു. അതോടെ വിഷയങ്ങളും ഇല്ലാതെയാവും. അഹം പ്ലസ് വിഷയങ്ങൾ ഇല്ലാത്തവ. സുഷുപ്തിയിൽ ഇതാണല്ലോ അനുഭവം. ഞാൻ ഇല്ല, അവിടെ ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഇല്ലാതെയാവുന്നു. ഈ മിഥ്യാനുഭവം, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. അതെപ്രകാരം ഇരിക്കണു ഭഗവാൻ പറഞ്ഞു തരണു. വേരില്ലാത്ത വൃക്ഷം പോലെ എന്ന് 17ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരണു. അമൂലമേതത് ബഹുരൂപരൂപിതം മനോവജ പ്രാണ ശരീര കർമ്മ ജ്ഞാനാസിനോപാസനയാശിതേന ഛിത്വാ മുനിർഗാം വിചരതി അതൃഷ്ണ. ഏതത് അമൂലം എന്നാണ് പറഞ്ഞത്. ഇതിന് വേരില്ല കേട്ടോ ഈ സംസാരത്തിന്. പക്ഷേ അത് ബഹുരൂപരൂപിതം, പല രൂപത്തിലാണ് അത് പ്രകാശിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. എങ്ങനെ? മനസ്സ്, വാക്ക്, പ്രാണൻ ഇവ ശരീര സംബന്ധം കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു. അപ്പോൾ വാക്കുകളിൽ കൂടിയിട്ടും പ്രവൃത്തികളിൽ കൂടിയിട്ടും സ്വഭാവത്തിൽ കൂടിയിട്ടും പെരുമാറ്റത്തിൽ കൂടിയിട്ടൊക്കെ നമ്മളതിനെ പലതായിട്ട് അനുഭവിക്കുന്നു. ഇതിനെ എന്ത് വേണം? ഉപാസനയാ ശിതേന ജ്ഞാനാസിന. ഉപാസന കൊണ്ട് ശിതേന മൂർച്ചയാക്കപ്പെട്ട ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വേണം ഛേദിക്കാൻ വേണ്ടിയിട്ട്. ഭഗവത്ഗീത 15ാം അധ്യായം ഇതേമാതിരി സംസാരത്തെ വൃക്ഷമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അശ്വത്ഥ വൃക്ഷം അങ്ങനെയാണ് ഭഗവാൻ അവിടെ പരിചയപ്പെടുത്തുന്നത്. അവിടെയും പറയണ്ടേ, നരൂപമസ്യേഹ തതോ ബലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ.
ഇതിൻ്റെ രൂപം അറിയുന്നില്ല, തുടക്കം എവിടെയാണ് അറിയുന്നില്ല, മധ്യം എവിടെയാണെന്ന് അറിയുന്നില്ല, അന്തം എവിടെയാണ് എന്നറിയുന്നില്ല, അത് എവിടെയാണ് പ്രതിഷ്ഠ ഉറച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം അറിയാം, അശ്വത്ഥമേനം സുവിരൂഢമൂലം, ഈ അശ്വത്ഥവൃക്ഷം നല്ലവണ്ണം വേരുപിടിച്ചിരിക്കണു എന്ന് മാത്രം അറിയാം. അതുകൊണ്ട് എന്ത് വേണം? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അസംഗമാകുന്നതായിട്ടുള്ള വാളുകൊണ്ട് അതിനെ മുറിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആ അസംഗശസ്ത്രത്തെയാണ് ഭഗവാൻ ഇവിടെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സമയത്ത് ഉപാസനയാശിതേന എന്ന് പറഞ്ഞത്. കർമ്മ ഉപാസന കൊണ്ട്, ഭക്തി ഉപാസന കൊണ്ട് മൂർച്ചയാക്കപ്പെട്ട ജ്ഞാനമാകുന്നതായിട്ടുള്ള വാളുകൊണ്ട് വേണം ഈ സംസാര വൃക്ഷത്തെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട്. ഈ അസംഗശസ്ത്രം എന്നുള്ളത് എന്താണ് എന്ന് അർജുനൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സമയത്ത് അത് ഈ പറഞ്ഞ ഉപാസനകളെ കൊണ്ട് മൂർച്ചയാക്കപ്പെട്ട ജ്ഞാനവാള് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നിർമ്മാനമോഹ ജിരസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംജ്ഞൈഹി ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത്. ഭഗവാൻ അവിടെ എങ്ങനെയാ പറഞ്ഞു കൊടുത്തത്? ആദ്യമായിട്ട് നിർമ്മാനമോഹ, ഞാനെന്നും എൻ്റെ എന്നുള്ളതായിട്ടുള്ള ഭാവത്തെ പരിപൂർണമായിട്ട് ഇല്ലായ്മ ചെയ്യണം. അത് യുക്തി ചിന്ത കൊണ്ട് ഇല്ലായ്മ ചെയ്യണം. പിന്നെയോ ജിതസംഗദോഷാഹ, വിഷയസംഗത്തെ പരിപൂർണമായിട്ട് ജയിക്കണം. അത് വൈരാഗ്യം എന്ന് പറയണു. പിന്നെയോ അധ്യാത്മനിത്യ, ഭഗവാനെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം, സ്മരിച്ചുകൊണ്ടിരിക്കണം. അത് ഭക്തിയാണ്. പിന്നെ എന്ത് വേണം? വിനിവൃത്ത കാമാഹ, കർമ്മങ്ങളിൽ നിന്ന് എപ്പോഴും പിന്തിരിയണം. പിന്നീട് ദ്വന്ദ്ങ്ങൾ, അതിൽ നിന്നും വിമുക്തനായവൻ. സുഖദുഃഖ സംജ്ഞൈഹി ദ്വന്ദ്വൈഹി, സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നും ആരാണോ വിമുക്തനായിട്ടുള്ളത് അവൻ ആ പദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് സംസാരനാശം, അതാണല്ലോ നമുക്ക് വേണ്ടത്. സംസാരമാണല്ലോ ദുഃഖം തരുന്നത്. സംസാരം നശിക്കണം, ഇല്ലാതാവണം. എങ്ങനെയാണ് സാധിക്കുന്നത്? ജ്ഞാനസമ്പാദനം കൊണ്ടാണ് എന്നർത്ഥം. ഭഗവാൻ ഇവിടെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കണു 18ാമത്തെ ശ്ലോകത്തിൽ, ജ്ഞാനം വിവേകോ നിഗമസ്തവശ്ച പ്രത്യക്ഷമൈതിഹ്യമഥാനുമാനം ആദ്യന്തയോരസ്യ യദേവ കേവലം കാലശ്ച ഹേതുശ്ച തതേവ മധ്യേ. ജ്ഞാനം വിവേക, ജ്ഞാനത്തിന് ആദ്യമായിട്ട് വേണ്ടത് വിവേകമാണ്. നിത്യാനിത്യ വസ്തു വിവേകം. പിന്നീട് നിഗമഃ. നിഗമഃ എന്താണ്? വേദവാക്യങ്ങൾ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കണം. വേദോ നിത്യമധീയതാം, എന്നും അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞു. അധ്യയനം ചെയ്യണം വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കണം. അതാണ് നിഗമഃ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. പിന്നീട് വേണ്ടതാണ് തപസ്. ഏതെന്നാണോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നടപ്പിൽ വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രകർത്തനം, നമ്മുടെ ജീവിത രീതിയാക്കിയിട്ട് മാറ്റണം. അതിനാണ് തപസ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിത രീതിയാക്കുന്നത്? അതിന് ഇന്ദ്രിയ മനസ്സുകളെ എല്ലാം തന്നെ നിഗ്രഹിക്കണം. ഇന്ദ്രിയ മനസ്സുകളെ നിഗ്രഹിക്കുന്നതിനാണ് സാങ്കേതികമായിട്ട് ശമദമ ഉപരമം 3 പറയണത്. ശമദമം എന്താണ്? മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിഗ്രഹമാണ്. ഇനി എപ്പോഴെങ്കിലും അത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് അതിൻ്റെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഉപരമം അല്ലെങ്കിൽ ഉപരതി. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അന്ധക്കരണം വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അപ്പൊ സ്വധർമാനുഷ്ഠാനം, ഇന്ദ്രിയ മനോനിഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള സ്വധർമ്മ അനുഷ്ഠാനമാണ് തപസ്. തപസ് എന്ന് പറയുന്നത്. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ വിമർശനം ചെയ്തിട്ട് മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള വിവേകബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അത് പ്രത്യക്ഷ ഐതിഹ്യ അനുമാനങ്ങളിലൂടെ എന്ന് ഭഗവാൻ ശ്ലോകത്തിൽ പ്രത്യക്ഷം ഐതിഹ്യം അഥാനുമാനം ഉണ്ടോ? നേരിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ട്, ഐതിഹ്യം എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളതായിട്ടുള്ള പുരാണങ്ങൾ, സ്മൃതികൾ, അതിൽ നിന്നുള്ളതായിട്ടുള്ള കൂടിയിട്ട് പിന്നെ അനുമാനങ്ങളിൽ കൂടിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്രകാരമാണ് ആ സത്യവസ്തുവെ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ അറിയേണ്ടത്. ആ അറിയേണ്ടതാണ് ജ്ഞാനം. ആ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുന്നു? ആദിയിലും അന്തത്തിലും ഉള്ള വസ്തുവാണ് യഥാർത്ഥം. അത് തന്നെയാണ് മധ്യത്തിലും എന്നറിയാം. സത്തായ പരമാത്മാവാണ് സത്യം. അതാണ് ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞത്. സൃഷ്ടിക്ക് മുമ്പേയും ലയത്തിന് ശേഷവുമുള്ള പരമാത്മാ സ്വരൂപം, ആ പരമാത്മ സ്വരൂപം തന്നെയാണ് മധ്യത്തിലുള്ളതായിട്ടുള്ള സൃഷ്ടി. അതാണ് വേദം സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് പറഞ്ഞത്.
അതാണ് ആദി കാരണമായിരിക്കുന്നത്. അത് തന്നെയാണ് കാലവും ആയിരിക്കുന്നത്. വിവേക ചൂടാമണികൾ വീണ്ടും ശങ്കര ഭഗവത്പാദര് ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട്. വൈരാഗ്യസ്യ ഫലം ബോധഃ, ബോധസ്യ ഉപരതി ഫലം സ്വാനന്ദ അനുഭവാത് ശാന്തി ഏഷ ഏവ ഉപരതി ഫലം. വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് ആദ്യമായിട്ട് ബോധഃ, ബൗദ്ധികമായിട്ടുള്ള ജ്ഞാനം നേടണം. ആ ബൗദ്ധികമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് ഉപരതി അല്ലെങ്കിൽ ഉപരമം എന്നുള്ളത് നമുക്ക് സാധിക്കുന്നു. ഇന്ദ്രിയ മനസ്സുകൾ പരിപൂർണമായിട്ട് പിന്തിരിക്കപ്പെടുന്നു. ഇന്ദ്രിയ മനസ്സുകൾ പിന്തിരിക്കപ്പെട്ടിട്ട് അവയുടെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന ആത്മചൈതന്യത്തിൽ ലയിക്കുന്നു. അതാണ് ഉപരതി എന്ന് പറഞ്ഞത്. ഉപരതിയുടെ ഫലമോ എന്താണ്? സ്വ ആനന്ദ അനുഭവം. നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആനന്ദത്തെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അതിനെയാണ് ശാന്തി എന്ന് പറയുന്നത്. പ്രത്യക്ഷമായിട്ട് കാണുന്ന സൃഷ്ടിപ്രപഞ്ചം പരമാത്മാവ് തന്നെ, സംസാരം തന്നെയാണ് ബ്രഹ്മം. അതിനെ നമ്മൾ അനുഭവിക്കണം. ഇത് സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ഉദാഹരണത്തിൽ കൂടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിരുന്നത് 19ാമത്തെ ശ്ലോകത്തിൽ. ഒരു സ്വർണ്ണക്കട്ടയുണ്ടായിരുന്നു. അത് ഉരുക്കിയിട്ട് എന്ത് ചെയ്തു? പലതരത്തിലായിട്ടുള്ള ആഭരണങ്ങളാക്കി, വളയുണ്ടാക്കി, മാലയുണ്ടാക്കി, മോതിരമുണ്ടാക്കി, കമ്മലുണ്ടാക്കി, പലതും അങ്ങനെ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിനെയെല്ലാം ഉരുക്കിയിട്ട് വീണ്ടും സ്വർണ്ണമാക്കി. ആദ്യം സ്വർണ്ണമായിരുന്നു, അവസാനവും സ്വർണ്ണമാണ്. അപ്പം നടുക്കുള്ളതോ വളയോ മാലയോ ഇതൊക്കെ നിങ്ങൾ എന്താ പറയാൻ പോണത്? അതും സ്വർണം തന്നെ. അപ്പം ആദിയിൽ എന്താണോ അന്തത്തിൽ എന്താണോ അത് തന്നെയാണ് മധ്യം എന്ന് നേരത്തെ പറഞ്ഞ ശ്ലോകം. അതൊന്നുകൂടി ഈ ഉദാഹരണത്തിൽ കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. യഥാഹിരണ്യം സുഹൃതം പുരസ്താത് പശ്ചാച്ച സർവസ്യ ഹിരൺമയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാപദേശൈ അഹമസ്യ തദ്വത്. നാന അപദേശഹി, നടുവിൽ എന്തുണ്ട്? പലതരത്തിലായിട്ടുള്ള വ്യാജമായിട്ടുള്ള പേരുകളുണ്ട്. വളയെന്ന് പറയണു, അതുമാതിരി തന്നെ എന്താണ് മോതിരം എന്ന് പറയണു, മാലയെന്ന് പറയണു. ഇതൊക്കെ പേരുകൾ മാത്രമാണ്. പേരുകൾ മാറ്റത്തിന് വിധേയമാണ്. പേരുകൾ അതിൻ്റെ രൂപം കൊണ്ട് കിട്ടിയതാണ്, നാമരൂപങ്ങളാണ്. നാമരൂപങ്ങൾ മാറ്റത്തിന് വിധേയമാണ്. നാമരൂപങ്ങൾക്കുള്ളിലിരിക്കുന്നതായിട്ട് തത്വമാണ് എന്നുമുള്ളത്. അതാണ് ആദ്യവും അതാണ് അവസാനവുമുള്ളത്. അത് തന്നെയാണ് മധ്യത്തിലും. അതാണ് സർവം ഖലുഇദം ബ്രഹ്മ തദ്വത്. അതേപോലെ തന്നെ എന്തുണ്ട്? ആ പരബ്രഹ്മ വസ്തു തന്നെയാണ് ആദ്യമുള്ളത്, പരബ്രഹ്മ വസ്തു തന്നെയാണ് ഇനിയും ഉണ്ടാവാൻ പോകുന്നത്. അപ്പം നടുക്കുള്ളതായിട്ടുള്ള ഞാനും നിങ്ങളും ഒക്കെ തന്നെ മനുഷ്യനായിട്ടും മൃഗമായിട്ടും പല പേരിൽ പല രൂപങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കണു. ഇതൊക്കെ എന്താണ്? അപദേശ, വ്യപദേശ, അപദേശ എന്നൊക്കെ പറയും. വ്യാജമായിട്ടുള്ള പേരുകൾ മാത്രമാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വരൂപം സത്യജിത്ത് ആനന്ദ സ്വരൂപം. ആ സത്യജിത്ത് ആനന്ദ സ്വരൂപം നാമരൂപങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആവരണം നീക്കിയിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അത് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അന്വയ വ്യതിരേകങ്ങളിൽ കൂടിയിട്ട് വേണമെന്ന് 20ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. വിജ്ഞാനമേതത്രിയവസ്ഥമംഗ ഗുണത്രയം കാരണകാര്യകർത്തൃ സമന്വയേന വ്യതിരേകതശ്ച ഏനൈവ തുര്യേണ തദേവ സത്യം. ഏതത് വിജ്ഞാനം എന്നാണ് പറഞ്ഞത്. ഏതത് വിജ്ഞാനം. എന്താ വിജ്ഞാനം? പ്രജ്ഞാനം. എന്താണ് പ്രജ്ഞാനം? പ്രജ്ഞാനം ബ്രഹ്മ ഏതും പറഞ്ഞിരുന്നു. അപ്പൊ പ്രജ്ഞാനം വിജ്ഞാനം തന്നെയാണ് പരബ്രഹ്മസ്വരൂപം. അതാണ് വാസ്തവം, അതാണ് സത്യം. അത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാദി 3 അവസ്ഥകള്. ആ 3 അവസ്ഥകളെ വിട്ടിട്ട് 4ാമത്തെ തുരീയത്തില് പരിശുദ്ധമായിരിക്കുന്നു ആ പരിശുദ്ധ വസ്തു. 3 അവസ്ഥകളുണ്ടല്ലോ ഇവിടെ. 3 അവസ്ഥകൾ ആർക്കാണ്? 3 അവസ്ഥകള് മനസ്സിനാണ്. 3 അവസ്ഥകളുടെ അനുഭവങ്ങൾക്ക് കാരണമാകട്ടെ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. എന്തിനെയാണ് അവ അനുഭവിക്കുന്നത്? വിഷയങ്ങളെയാണ് അനുഭവിക്കുന്നത്. വിഷയങ്ങളെ കാര്യമായിട്ട് പറയണു. അപ്പൊ ഈ വിഷയങ്ങളെ അനുഭവിക്കണമെന്ന് എന്ത് വേണം? ചൈതന്യം വേണം. ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങളെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ജഡങ്ങൾക്ക് അനുഭവമില്ല. അപ്പൊ എന്തുണ്ട് ശരിക്ക്? അത് കാര്യമായിട്ടും കാരണമായിട്ടും ചൈതന്യമാകുന്ന കർത്താവായിട്ടും തീരണു. ഈ കാരണമാകുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എവിടെ ഇരിക്കണോ? നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൽ ഇരിക്കണോ. അതുകൊണ്ട് അതിനെ അധ്യാത്മം എന്ന് പറയണു. അനുഭവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടിരിക്കണോ. അതുകൊണ്ട് അതിനെ അതിഭൂതം എന്ന് പറയണു.
അനുഭവിക്കുന്നതായിട്ട് ചൈതന്യത്തെയാണ് അതിദൈവം എന്ന് പറയുന്നത്. അപ്പം 3 ഇതായി ശരിക്കും നോക്കൂ. കാരണ, കാര്യ, കർത്ത. അല്ലെങ്കിൽ അധ്യാത്മം, അതുമാതിരി തന്നെ ദൈവം, അതുമാതിരി തന്നെ അതിഭൂതം എന്നുള്ളതായിട്ടുള്ള 3ആയിട്ട്. ഈ കാര്യ, കാരണ, കർത്തൃത്വ ഭാവങ്ങൾ 3 നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് മിഥ്യയാണ്. വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? ഒന്നേയുള്ളൂ. അതാണ് തുരീയത്തിലെ ബ്രഹ്മം എന്ന് പറയുന്നത്. പ്രകാശകമായിരിക്കുന്ന ആത്മചൈതന്യം, അതിൽ നിന്നും അന്യമല്ല പ്രകാശിതമായിരിക്കുന്നതായിട്ടുള്ള ജഗത്ത്. ഈ ജഗത്ത് എന്നുള്ളത് ആരോപണമാണ്, വിക്ഷേപമാണ്, അധ്യാസമാണ് എന്നൊക്കെ പറയണം. അപ്പൊ സ്വയം പ്രകാശകമായിരിക്കുന്ന ആ ബ്രഹ്മം എപ്രകാരമാണ് പ്രകാശിതമായിരിക്കുന്ന ജഗത്തായിട്ട് തീരുന്നത്? കാരണം നമ്മൾ അതിനെയാണല്ലോ അനുഭവിക്കുന്നത്. പ്രകാശസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവിനെ, ഭഗവാനെ നമ്മൾ അനുഭവിക്കുന്നില്ല. നേരെ വെച്ചിട്ട് അത് മാറിയിട്ട് ഇപ്രകാരം നമുക്ക് അനുഭവം നമുക്ക് കിട്ടുന്നു. അതെങ്ങനെയാണ് ആ ആത്മസ്വരൂപം ഇപ്രകാരം പ്രകാശിതമായത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അവിദ്യമാനോ പ്യവഭാസതേയോ വൈകാരികോ രാജസസർഗയേഷ ബ്രഹ്മസ്വയം ജ്യോതിരതോ വിഭാതി ബ്രഹ്മേന്ദ്രിയാർത്ഥാത്മവികാര ചിത്രം. 22ാമത്തെ ശ്ലോകം. സൃഷ്ടി രജോഗുണത്തിൻ്റെയാണ് എന്ന് പറഞ്ഞു. രാജസഹ അവഭാസതേ ഏഷഃ സർഗഃ. ഈ സൃഷ്ടി എങ്ങനെയാണ്? വൈകാരിക. വൈകാരിക വികാരത്തിന് വിധേയമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിദ്യമാനഃ. അവിദ്യമാനഃ ഇല്ലാത്തതാണ്. മാറിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് കണ്ടു, നാളെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അതിനെ ഇല്ല എന്ന് പറയുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് അവിദ്യമാനഃ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്നതാണെങ്കിലും രാജസഹ അവഭാസതയെ, രജോ ഗുണം കൊണ്ട് പ്രകാശിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ എന്താ ഉണ്ടാവുന്നത്? തമോ ഗുണം നമ്മുടെ സ്വരൂപത്തെ ആവരണം ചെയ്തപ്പോൾ രജോ ഗുണം അതിൽ മറ്റു പലതിനെയും വിക്ഷേപിച്ചു. വിക്ഷേപമാണ്. വാസ്തവത്തിൽ ഇല്ലാത്ത, വ്യവഹാരത്തിൽ മാത്രമുള്ളതായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, ശരീരം, മനസ്സ്, പഞ്ചഭൂതങ്ങൾ, ഇവയുടെയൊക്കെ തന്നെ ചേർച്ചയാണ് പലതരത്തിലുള്ളതായിട്ട് ദൃശ്യം, വിചിത്രമായിരിക്കുന്ന ഈ പ്രപഞ്ച അനുഭവങ്ങൾ. ഈ ദൃശ്യത്തിൻ്റെ നിലനിൽപ്പാണ് വാസ്തവത്തിൽ എന്ത്? ആ പരബ്രഹ്മതത്വം. ഏകമായിരിക്കുന്ന പരബ്രഹ്മ തത്വത്തെയാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ വേദൈശ്ച സർവൈഹി അഹമേവ വേദ്യം. അറിയാനിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും വെച്ചിട്ട് അറിയപ്പെടേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. എങ്ങനെ അറിയാം അതിനെ പറഞ്ഞു തരണു ഭഗവാൻ ഇവിടെ 23ാമത്തെ ശ്ലോകത്തിൽ. ഏവം സ്ഫുടം ബ്രഹ്മ വിവേക ഹേതുഭിഹി പരാപവാദേന വിശാരദേന ചിത്വാത്മസന്ദേഹമുപാരമേത സ്വാനന്ദദുഷ്ടോകില കാമുകേഭ്യ. ആദ്യമായിട്ട് വേണ്ടത് സ്ഫുടം ബ്രഹ്മ വിവേകമാണ്. അതാണ് ഹേതു എന്ന് പറഞ്ഞത് അവിടെ. കാരണം സ്ഫുടം ബ്രഹ്മ വിവേകം എന്താണ്? വിവേകത്തെ വളർത്തുന്ന, വ്യക്തമായിരിക്കുന്ന, യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന, ശാസ്ത്രത്തിന് അനുയോജ്യമായിരിക്കുന്ന, യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രമാണങ്ങളുടെ സഹായം വേണം. രണ്ടാമതായിട്ട് എന്ത് വേണം? പരാപവാദേന വിശാരദേന. പരാപവാദം, തെറ്റിദ്ധാരണയെ നീക്കുകയാണ് വേണ്ടത്. ആ തെറ്റിദ്ധാരണ നീക്കണത്ത എന്ത് വേണം? വിശാരദേന എന്ന് പറഞ്ഞു. വിശാരദേന എന്ന് വെച്ചാൽ എന്താർത്ഥം? സമർത്ഥനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട്. ആ സമർത്ഥനായിരിക്കുന്ന ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് സാധനാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ശ്രദ്ധാഭക്തിയോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്നതായിട്ട് സമയത്ത് ആത്മസംബന്ധമായിരിക്കുന്ന സംശയങ്ങളെല്ലാം തന്നെ നീങ്ങും. അതാണ് അവിടെ ചിത്തു ആത്മസന്ദേഹം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകുന്നു? എല്ലാറ്റിനെയും എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, അതുകൊണ്ടാണ് അവയെ എന്ത് പറഞ്ഞ അഖില കാമുകേഭ്യ, എല്ലാറ്റിനെയും എപ്പോഴും കാമിച്ചുകൊണ്ടിരിക്കണം. അഖില കാമുകേഭ്യ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉപരമിക്കണം. ഉപരമിച്ചു കഴിഞ്ഞാലോ ശാന്തി അനുഭവിക്കണം, സ്വാനന്ദത്തിൽ മുഴുകണം. അതാണ് അവിടെ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിൽ, അതായത് 24ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഈ ഇന്ദ്രിയങ്ങളോ മനസ്സോ അല്ലെങ്കിൽ അവയെ കൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളോ ശരീരമോ ആത്മാവേയല്ല, അവയൊക്കെ പാർത്ഥിവം. പാർത്ഥിവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതം എന്നാണ് പറഞ്ഞത്.
പറയുന്ന അവിടെ ശ്ലോകത്തിലെ ആത്മാവു പാർത്ഥിവമിന്ദ്രിയാണി ദേവാഹ്യസുർവായുജലം ഹുതാശ മനോന്നമാത്രം ദിഷണാച സത്യം അഹം ഹൃദിഖം ക്ഷിതിരർത്ഥ സാമ്യം. ന ആത്മാ, ആത്മാവല്ല. പിന്നെ എന്താണ്? പാർത്ഥിവം, പഞ്ചഭൂത നിർമ്മിതമാണ്. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് വപുഹു, ശരീരം. പിന്നെ ഇന്ദ്രിയങ്ങൾ. ദേവാന്ന് വെച്ച് കഴിഞ്ഞാൽ അധിഷ്ഠാന ദേവതകൾ. അസു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണൻ. അടുത്തത് വായു, അടുത്തത് ജലം, അടുത്തത് അഗ്നി. പിന്നെയോ അന്നമാത്രമായിരിക്കുന്നതായിട്ടുള്ള മനസ്സ്. ദിഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി. സത്വം എന്ന് വെച്ചാൽ ചിത്തം എന്നർത്ഥം. അഹംകൃതി എന്നുള്ളത് അഹങ്കാരമാണ്. ഖം എന്നുള്ളത് ആകാശമാണ്. ക്ഷിതി എന്നുള്ളത് പൃഥ്വിതത്വമാണ്. അർത്ഥം എന്നുള്ളത് വിഷയങ്ങളാണ്. സാമ്യം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പം ഇത് മുഴുവൻ തന്നെ എന്താണ്? പഞ്ചഭൂത നിർമ്മിതങ്ങളാണ്. ഇവ ഒരിക്കലും തന്നെ ആത്മാവാകുകയില്ല. സൃഷ്ടിക്രമം നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം സൃഷ്ടിക്രമത്തിൽ എന്താ പറഞ്ഞു തരുന്നത്? പഞ്ചതന്മാത്രകളുടെ സാത്വികമായിട്ടുള്ള അംശത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടായി. സാത്വികമായിട്ടുള്ള അഹങ്കാരം, സാത്വികമായിട്ടുള്ള അംശം, പഞ്ചതന്മാത്രകളുടെ സാത്വികമായിട്ടുള്ള അംശത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടായി. ഇനിയോ ഈ പഞ്ചതന്മാത്രകളുടെ രാജസികമായിട്ടുള്ള അംശത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളും ഉണ്ടായി. മൂന്നാമതായിട്ട് പഞ്ചതന്മാത്രകളുടെ താമസ അംശത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചവിഷയങ്ങൾ, ശരീരം, അതുമായി തന്നെ സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചം, ഇതെല്ലാം തന്നെ ഉണ്ടായി. ഇവയൊക്കെ തന്നെ പ്രകാശിപ്പിക്കുന്നവനാണ്. ഇതൊക്കെ തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ്. അതാണല്ലോ അവിടെ വലിയ ലിസ്റ്റ് തന്നെ പറഞ്ഞത്. വപുഹു ഇന്ദ്രിയാണി ദേവ അസു വായു തുടങ്ങിയതല്ല വലിയ ലിസ്റ്റ് തന്നെ പറഞ്ഞു തന്നു ഇവിടെ. ഇത് മുഴുവൻ തന്നെ പാർത്ഥിവം എന്ന് പറഞ്ഞു. ഈ പാർത്ഥിവമായിട്ടുള്ള ഇതിനെയൊക്കെ തന്നെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ്. ഇതിനെയൊക്കെ എപ്പോഴും കണ്ടറിയുന്നവനാണ് ആത്മാ. ആത്മാവാണ് സത്യമായിരിക്കുന്നത്, ബാക്കിയെല്ലാം വ്യാജമാണ്. അവ വെറും പേരുകൾ മാത്രമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സാധകന് അറിയാനായിട്ട് യാതൊന്നുമില്ല. യം ലബ്ധ്വാന അപരം ലാഭം. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ എന്തിനാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാനുഭവങ്ങളും? ഇല്ലാത്തതാണ് ഇന്ദ്രിയങ്ങളും, അതുകൊണ്ട് തന്നെ ഇല്ലാത്തതാണ് അവ കൊണ്ടുവരുന്ന അനുഭവങ്ങളും. അതുകൊണ്ട് അവ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവ ഇല്ലാതായിക്കോട്ടെ, അവ അടങ്ങിയിരിക്കട്ടെ, അല്ലെങ്കിൽ അവ അലഞ്ഞു തിരിയട്ടെ, എപ്രകാരമായാലും അവന് ഗുണവുമില്ല ദോഷവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തന്നു അവിടെ ഭഗവാൻ. സൂര്യനുണ്ട്, സൂര്യനെ മറയ്ക്കുന്നതായിട്ടുള്ള മേഘങ്ങളുണ്ട്. ആ മേഘങ്ങൾ സൂര്യൻ്റെ അടുത്തിരുന്നാലും സൂര്യൻ ദൂരെ ഇരുന്നാലും സൂര്യന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. സൂര്യനൊരു കുഴപ്പമില്ലല്ലോ. അതേമാതിരി ഞാൻ ആത്മസ്വരൂപമാണ്, അഹം സത്വചിത്ത ആനന്ദ സ്വരൂപ കേവല ശിവ എന്ന് അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങൾ ഒരു ദ്രോഹവും ചെയ്യില്ല. അവ അടങ്ങിയിരിക്കട്ടെ, അല്ലെങ്കിൽ അവ അലഞ്ഞു തിരിയട്ടെ എന്നുള്ളത് പറഞ്ഞു. അതിനെന്താ വേണ്ടത് പറഞ്ഞു. മത് സുവിക്ത ധാമഹ എന്നാണ് 25ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സമാഹിതൈഹി കരണൈർ ഗുണാത്മഭിഹി ഗുണോ ഭവേൻ മത്സുവിക്ത ധാമ്നഃ വിക്ഷിപ്യമാണൈരുത കിന്നു ദൂഷണം ഗനൈരുപേരേർ വിശദേരവേഖ്യം. മത് സുവിവിക്ത ധാമ്നഃ, അതാണ് പ്രത്യേകമായിട്ടുള്ള വാക്ക്. മത് എന്ന് വെച്ചാൽ എൻ്റെ എന്നർത്ഥം. സുവിവിക്ത വളരെ വളരെ വ്യക്തമായിരിക്കുന്നത്. ധാംന എന്ന് വെച്ചാൽ താതാത്മ്യം, അതായത് ഞാനുമായിട്ട് വ്യക്തമായിട്ടുള്ള താതാത്മ്യം നേടിയവൻ. അപ്രകാരം ആ പരമാത്മ വസ്തുവുമായിട്ട് ആ താതാത്മ്യം നേടിയവനെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയ ഇന്ദ്രിയങ്ങളോ അടങ്ങാത്ത ഇന്ദ്രിയങ്ങളോ അവനൊരു ദൂഷണവും ചെയ്യുന്നില്ല. അപ്പം ജ്ഞാനി എന്ന് വെച്ചു കഴിഞ്ഞാൽ ആത്മാവില് പരമാർത്ഥ വിചാരമുള്ളവനാണ്, പരമാർത്ഥ ബുദ്ധിയുള്ളവനാണ്. നേരെ മറിച്ച് അജ്ഞാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പരമാർത്ഥ ബുദ്ധിയുള്ളവനാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് അജ്ഞാനിയെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ബാധിക്കുന്നത് അല്ലെങ്കിൽ ബന്ധിക്കുന്നത്. ജ്ഞാനിയെ അവ ഒരിക്കലും തന്നെ ബന്ധിക്കുന്നില്ല. ജ്ഞാനിക്ക് ശരീരം എന്നുള്ളത് നിഴൽ പോലെ മാത്രം. ശങ്കര ഭഗവത്പാദർ വീണ്ടും വിവേക ചൂടാമണിയിൽ പറയുന്നു, ഛായേവ പുംസാം പരിദൃശ്യമാനം ആപാസരൂപേണ ഫലാനുഭൂത്യ.
ഫലാനുഭൂത്യ, നേരത്തെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആഭാസരൂപേണ പ്രതിഫലന രൂപേണ പരിദൃശ്യമാനം കാണുന്നു എന്ത്? ഈ ശരീരത്തെ. അതെപ്രകാരം ഇരിക്കുന്നു? ഛായായിവ, ഒരു നിഴല് പോലെയുള്ളൂ. കണ്ടോ, നിഴല് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നനയുന്നില്ല. നിഴല് മുള്ളിലും കല്ലിലും കൂടിയിട്ട് ഉരുണ്ട് പോകുമ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. അതേമാതിരിയാണ് ശരീരം, നിഴല് പോലെയുള്ളൂ എന്ന് പറയുന്നു. പൂർവകർമ്മങ്ങളുടെ ഫലാനുഭവത്തിന് മാത്രമായിട്ട് പ്രതിബിംബം പോലെയോ അല്ലെങ്കിൽ നിഴല് പോലെയോ ആഭാസരൂപേണ കാണപ്പെടുന്നു, പരിദൃശ്യമാനം. ജ്ഞാനി എന്നുള്ളവൻ ഇത് വിട്ടിട്ട് ഞാൻ ആരാണ്, പരമാത്മ സ്വരൂപമാണ് എന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരമാത്മാവ് തന്നെയാണ്. അതാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയാനുള്ളതായിട്ടുള്ള കാരണം. അവനെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപഹ ന ശോഷയതി മാരുതഃ. ഭഗവാൻ ആദ്യ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു അർജുനൻ. ഇതേ ആശയമാണ് ഇവിടെ 26ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. യഥാ നഭോ വായു അനലാംബ് ഭൂഗുണൈഹി ഗദാഗദൈവാ ഋതുഗുണൈഹി ന സജ്ജതേ തഥാക്ഷരം സത്വരജസ്തമോമലൈഹി അഹം മദേ സംസൃതിഹേതു വിപരം. അഹം മദേഹേ പരം അക്ഷരം. ഈ അഹങ്കാരത്തെക്കാൾ ഉത്കൃഷ്ടമായത്, ശ്രേഷ്ഠമായിരിക്കുന്ന അക്ഷരം, അക്ഷരബ്രഹ്മം, അത് മലൈഹി സത്വരജസ്തമോ മലൈഹി, സാത്വിക രാജസീക താമസിക മലങ്ങളെ കൊണ്ട് ന സജ്ജതേ, ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. ജ്ഞാനിയെ സംസാരത്തിന് കാരണമായിരിക്കുന്ന മലങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ എങ്കിലും സാധകന്മാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര അവയുമായിട്ടുള്ള ചേർച്ച ഒഴിവാക്കണം എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞിരുന്നു. കാരണം അവ വീണ്ടും വീണ്ടും നമ്മളെ അനുഭവങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയേക്കാം. ഭഗവാനിലുള്ള ഉറച്ചതായിരിക്കുന്ന ഭക്തി കൊണ്ട് വേണം അവയെ നേരിടാൻ വേണ്ടിയിട്ട്, ആ ചേർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. വിഷയങ്ങളോട് ഇപ്പം നമുക്ക് രാഗമുണ്ട്, അത് വിഗത രാഗം, അത് പോയി പോകണം. അതിനെയാണ് വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ രാഗത്തെ എന്ത് വേണം? നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. അത് ഭഗവാനോടുള്ള അനുരാഗമാണ്, ഭഗവാനോടുള്ള പ്രേമം അല്ലെങ്കിൽ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി. ആ ഭക്തി സുദൃഢമാകുന്നതുവരെ വിഷയസംഘത്തെ ത്യജിക്കണം. അതിന് ഉദാഹരണം വിവേക ചൂടാമണിയിൽ ശങ്കര ഭഗവത്പാദർ പറഞ്ഞു തരണു. ഒരു കർപ്പൂരം വെച്ചിട്ടുള്ള ഒരു ഡബ്ബി ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ കായം വെച്ചിട്ടുള്ള ഒരു ഡബ്ബി ഉണ്ട് എന്ന് വെക്കുക. എത്ര കാലം അത് തുറന്നു വെച്ചാലും, എത്ര കാലം അത് എന്തൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും? ആ വാസന കുറേശ്ശെ ബാക്കിയുണ്ടാവും. അതേമാതിരി നമ്മുടെ ഉള്ളിലെ കുറേശ്ശെ വാസന ബാക്കിയുണ്ടാവും. ഈ വാസനകൾ വീണ്ടും വീണ്ടും നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിച്ചേക്കാം. ഇത് ഒരു ഉദാഹരണത്തിൽ കൂടിയിട്ട് പറഞ്ഞു തരണു. ഇവിടെ 28ാമത്തെ ശ്ലോകം. യഥാമയോ സാധു ചികിത്സിതോ നൃണാം പുനഃപുനഃസംതുദതി പ്രരോഹൻ ഏവം മനോപക്വ കഷായ കർമ്മ കുയോഗിനം വിദ്യതി സർവസംഗം. എപ്രകാരമാണോ ആമയഹ രോഗം അസാധു ചികിത്സിത, വേണ്ട രീതിയിൽ ചികിത്സിക്കപ്പെടാത്തതായിരിക്കുന്നതായിട്ടുള്ള രോഗം പുനഃപുനഃ വീണ്ടും വീണ്ടും പ്രരോഹന് സംതുദതി, വീണ്ടും വീണ്ടും ഉണ്ടായി വന്നിട്ട് അത് നമ്മളെ സംതുദതി ഉപദ്രവിക്കുന്നു, ദുഃഖിപ്പിക്കുന്നുവോ. അതേപോലെ അപക്വമനഃ, പക്വമല്ലാത്ത പാകമാകാത്തതായിട്ടുള്ള മനസ്സ്. എൻ്റെ പാകമാകാത്തത് കഷായ കർമ്മ, വിഷയ ആശകളോട് കൂടിയിരിക്കുന്നത്, കർമ്മങ്ങളിലുള്ളതായിട്ടുള്ള ആശയോട് കൂടിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള മനസ്സ് വിദ്യതി, കണ്ടോ, അവൻ സർവസംഗനാണ്, എല്ലാറ്റിനോടും സംഘമുള്ളവനാണ്. അവനെ വിദ്യതി ഉപദ്രവിക്കുന്നു. അവനെയാണ് കുയോഗി എന്ന് പറഞ്ഞത് ഇവിടെ. ആരാണ് കുയോഗി? വീണ്ടും അതിൽ പറഞ്ഞു തരുന്നു, ഈ ശരീരത്തിൽ വെച്ചിട്ട് തന്നെ പരിപൂർണമായിട്ടുള്ള വാസനാത്യാഗവും ബ്രഹ്മസാക്ഷാത്കാരവും ആർക്കാണോ നേടാൻ സാധിക്കാത്തത് അവനാണ് കുയോഗി. അങ്ങനെ കുയോഗിയായിരിക്കുന്നവർ വീണ്ടും മനുഷ്യരായിട്ട് ജനിക്കാൻ ഇടവരുന്നു. അടുത്ത ജന്മത്തിലെന്ന് ഗ്യാരണ്ടിയില്ല. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും മനുഷ്യരായിട്ട് ജനിക്കേണ്ടി വരുന്നു. ആ സമയത്ത് എന്തുണ്ട്? ദേവന്മാരും അതേമാതിരി തന്നെ ഭൂതങ്ങളും അതേമാതിരി തന്നെ ചുറ്റുപാടുള്ളതായിട്ടുള്ള മറ്റാളുകളും എല്ലാം തന്നെ എന്താണ് പലതരത്തിലായിട്ടുള്ള വിഘ്നങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കണോ. ആ സൃഷ്ടിക്കുന്നതായിട്ട് സമയത്ത് അവർ വീണ്ടും സംസാരത്തിൽ മുഴുകിപ്പോയേക്കാം.
അവരെന്ത് വേണം? മുജ്ജന്മത്തിൽ ചെയ്തിരിക്കുന്ന അഭ്യാസത്തിൻ്റെ ഫലം കൊണ്ട് തീവ്രമായിരിക്കുന്ന സാധനകൾ അനുഷ്ഠിക്കണം. ആ തീവ്രമായിട്ടുള്ള സാധനകൾ അനുഷ്ഠിച്ചിട്ട് ആ കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന് ഭഗവാൻ അപകട സൂചന നമുക്ക് നൽകുന്നുണ്ട് 29ാമത്തെ ശ്ലോകത്തിൽ. കുയോഗിനോ യേ വിഹിതാന്തരായൈ മനുഷ്യഭൂതൈ ത്രിദശോപസൃഷ്ടൈ തേ പ്രാക്തനാഭ്യാസഫലേന ഭൂയഃ യുജ്യന്തി യോഗം നതു കർമ്മതന്ത്രം. പ്രാക്തന അഭ്യാസഫലേന, കേട്ടോ, മുജ്ജന്മത്തിൽ ചെയ്ത അഭ്യാസങ്ങളുടേതായിട്ടുള്ള ഫലം ഹേതുവായിട്ട്. അതാണ് നമുക്ക് ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവിൻ്റെ കഥ. അദ്ദേഹം ഗജേന്ദ്രനായിട്ട് ജനിക്കേണ്ടി വന്നു. ജഡഭരതൻ്റെതായിട്ടുള്ള കഥ. ഇതൊക്കെ കൂടി പറഞ്ഞു തരുന്നതാണ്. മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ഫലം, ആ അഭ്യാസത്തിൻ്റെതായിട്ടുള്ള തീവ്രത, അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ വേണം, അല്ലാണ്ട് കർമ്മങ്ങളിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ആത്മസാക്ഷാത്കാരത്തിന് പ്രയത്നിക്കാതെ വിഷയവാസനകളിൽ കുടുങ്ങിയിട്ട് ആ ആസക്തിയിൽ ജീവിക്കുന്നവനെ അവിവേകിയാണവൻ. ആ അവിവേകിയെ ഭഗവാൻ ജന്തു എന്നാണ് പറയുന്നത്. 30ാമത്തെ ശ്ലോകം. കരോതി കർമ്മ ക്രിയതേജ ജന്തു കേനാപ്യസൗ ചോദിത ആനിപാദാത് ന തത്ര വിദ്വാൻ പ്രകൃതിസ്ഥിതോപി നിവൃത്തദൃഷ്ടസ്വസുഖാനുഭൂത്യാ. അസൗ ജന്തു കേനാപി ചോദിതയേവ. ഈ ജന്തു ഉണ്ടല്ലോ, കേനാപി ചോദിതയേവ, ഏതോ ഒന്നുകൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടവനെന്ന പോലെ, ആനിപാദാത് മരണം വരെ കർമ്മഹ കരോരി കർമ്മങ്ങൾ ചെയ്യുന്നു, ക്രിയതേജ അതുകൊണ്ട് വികാരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലോ വിദ്വാൻ എന്ത് ചെയ്യണു? പ്രകൃതിസ്ഥിതഹാബേ, അവൻ ശരീരത്തിൽ ഇരിക്കുന്നുവെങ്കിലും കൂടിയിട്ട് ആഗ്രഹമറ്റവനായിട്ട്, നിവൃത്തതൃഷ്ണ, ഒരാഗ്രഹവുമില്ലാത്തവനായിട്ട്. എന്തുകൊണ്ടാണ് അവൻ ഒരാഗ്രഹവുമില്ലാത്തത്? സ്വസുഖ അനുഭൂത്യാ. എന്തോ അവൻ കർമ്മത്തിൽ ആസക്തനാവുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് സുഖത്തെ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കണു, സ്വാത്മാനന്ദത്തെ അനുഭവിക്കുന്നു. അവന് വിഷയാനന്ദം വേണ്ട, ഭക്തി ആനന്ദം അല്ലെങ്കിൽ സ്വാത്മാനന്ദത്തെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കണു. അപ്രകാരമാണ് ആവേണ്ടത്. അപ്രകാരമുള്ള ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മുഴുവൻ തന്നെ ഭഗവാന്റെ ചെറിയൊരു പ്രകടഭാവം മാത്രമാണ്. താൻ ആരാണ്? താൻ ആ ഭഗവാന്റെ വിനീതനായിരിക്കുന്ന ഒരു സേവകൻ മാത്രം. അവന് ദേഹബോധം എന്നുള്ളത് ലവലേശം പോലും ഇല്ല. കാരണം ദേഹം അവനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞത് ഒരു ഛായ ഇവ, ഒരു നിഴല് പോലെ മാത്രം. അവൻ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ അവൻ ഭക്ഷണം കഴിക്കുമ്പോഴോ അവൻ വിസർജിക്കുമ്പോഴോ അവൻ എന്ത് ചെയ്യുന്നു? ആത്മസ്ഥമതി, അവൻ തൻ്റെ ആത്മസ്വരൂപത്തിൽ ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ദേഹം നവേദ, ആ ദേഹത്തെക്കുറിച്ചിട്ട് അവൻ അറിയുന്നേയില്ല എന്ന് 31ാമത്തെ ശ്ലോകത്തിൽ. ശരീരം എന്താണ്? ദൈവാത് ഉപേദം ദൈവാത് അപേദം. പൂർവകർമ്മങ്ങളെ കൊണ്ടുണ്ടായതാണ്. ആ കർമ്മങ്ങളെ കൊണ്ട് തന്നെ അതില്ലാതാവുകയും ചെയ്യും എന്ന് പറയും. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ള എല്ലാം തന്നെ അസത്താണ്. അസത്വ ദുഃഖഹേതുക്കളാണ്. ജാഗ്രത അനുഭവങ്ങളെല്ലാം തന്നെ സ്വപ്ന അനുഭവ തുല്യമായിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവൻ ആ അനുഭവങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നേയില്ല. മനീഷി ന മന്യതേ എന്നാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. കാരണം ബുദ്ധി കൊണ്ടവൻ മനസ്സിലാക്കുന്നു ഇത് ശരിയല്ല, ഇത് വ്യാജമാണ് എന്നുള്ളത്. ബുദ്ധി എപ്പോഴാണോ ഇത് ശരിയല്ല, ഇത് വ്യാജമാണ് എന്ന് മനസ്സിലാക്കുന്നത്, അതോടുകൂടിയിട്ട് മനസ്സ് ആ അനുഭവങ്ങളിൽ നിന്നും പിന്തിരിയും. സുഖദുഃഖാനുഭവങ്ങളുടേതായിട്ടുള്ള ബാധ അല്ലെങ്കിൽ ആ സംബന്ധം ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അജ്ഞാനിയായിരുന്നതായിട്ട് സമയത്ത് ഗുണകർമ്മ ഭേദങ്ങളൊക്കെ തന്നെ ഭ്രമത്തെ ജനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ശക്തനാണ്, ഞാൻ അശക്തനാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ അജ്ഞാനിയാണ്, ഇങ്ങനെയുള്ളതായിട്ടുള്ള പലതരത്തിലുള്ള വിചാരങ്ങളൊക്കെ തന്നെ അവനുണ്ടായിരുന്നു. ശാസ്ത്ര പഠനം കൊണ്ടും സജ്ജന സംഘം കൊണ്ടും ഗുരുവിൻ്റെതായിട്ടുള്ള ആ അനുഗ്രഹം കൊണ്ടും സാധനാഭ്യാസം കൊണ്ടും ഭ്രമം നീങ്ങിക്കഴിഞ്ഞാലോ ഞാൻ സത്യജിത്ത് ആനന്ദ സ്വരൂപിയാണ് എന്നനുഭവിച്ചു. അജ്ഞാനി ആയിരുന്നപ്പോഴും സ്വരൂപം അത് തന്നെയായിരുന്നു. ആ ജ്ഞാനം നേടിയതോടുകൂടിയിട്ട് പുതിയതായിട്ടൊന്നും വരുന്നില്ല. 33, 34 ശ്ലോകങ്ങളിൽ ഭഗവാൻ അതാ പറഞ്ഞു തരുന്നത്. 34ാമത്തെ ഉദാഹരണം പറഞ്ഞു. സൂര്യൻ ഉദിച്ചതായിട്ട് സമയത്ത് എല്ലാ വസ്തുക്കളും കാണാൻ ഇടവരുന്നു. അതുവരെ കണ്ടിരുന്നില്ല ആ വസ്തുക്കളെ.
അപ്പം അവിടെ പുതിയതായിട്ടുള്ള വസ്തുക്കളെ ഉണ്ടാക്കുകയല്ല ചെയ്തത്. സൂര്യപ്രകാശം എന്ത് ചെയ്തു? നമ്മുടെ കണ്ണിലെ ഇരുട്ടിനെ നീക്കി അത്രയേ ഉള്ളൂ. അപ്പം അവിടെ വസ്തുക്കളെയൊക്കെ കാണാൻ തുടങ്ങി. പുതിയതായിട്ടൊന്നിനെയും ഉണ്ടാക്കുന്നില്ല. അതേമാതിരി ജ്ഞാനം നേടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. അതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ആത്മസ്വരൂപത്തെ, ആ ആത്മജ്ഞാനത്തെ നമ്മൾ നേരിട്ട് അനുഭവിക്കാനിടയാകുന്നു. അത്രയേ ഉള്ളൂ. അതിന് എന്ത് വേണം? ശരിക്ക് ഭഗവാന്റെ പരിശുദ്ധമായിരിക്കുന്ന സമർത്ഥമായിരിക്കുന്ന സാക്ഷാത്കാരം വേണം എന്നാണ് 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സതീ നിമുണ സമീക്ഷ എന്നാണ് പറഞ്ഞത്. സമീക്ഷ എന്ന് വെച്ചാൽ സാക്ഷാത്കാരം എന്നർത്ഥം. പരിശുദ്ധമായിരിക്കുന്ന സമർത്ഥമായിരിക്കുന്ന സാക്ഷാത്കാരം കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഇരുട്ട് നീക്കപ്പെടുന്നു. അപ്പോൾ ആത്മസ്വരൂപം അവിടെ തെളിയുന്നു. ആത്മാ എപ്പോഴും ഒരേപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് 35-ാമത്തെ ശ്ലോകത്തിൽ പറയണു. ഏഷ സ്വയം ജ്യോതിരജോപ്രമേയോ മഹാനുഭൂതി സകലാനുഭൂതി ഏകോ ദ്വിതീയോ വചസാം വിരാമേ ഏനേഷിത വാഗസവശ്ചരന്തി. ഭഗവാൻ താനേ വിളങ്ങുന്നവനാണ്, സ്വയം ജ്യോതിയാണ്, അജനാണ്, അപ്രമേയനാണ്. അത് മഹാനുഭൂതി എന്നാണ്, മഹത്തായിട്ടുള്ള അനുഭൂതിയാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഇന്ദ്രിയ അനുഭൂതിയാണ്. ഇന്ദ്രിയ അനുഭൂതിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് അതീന്ദ്രിയമായിരിക്കുന്ന അനുഭവമാണ് അത്. സകലാനുഭൂതി, എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം ആണ് അത്. അതെപ്പോഴാ കാണുന്നത്? വചസാം വിരാമേ, വാക്കുകളുടെ അവസാനത്തിൽ. വാക്കുകളുടെ അവസാനത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ശങ്കര ഭഗവത്പാദര് എന്ത് പറഞ്ഞത്? ജാപ്യസമേത സമാധി വിധാനം എന്ന് ധ്യാനത്തിലൊരു മാർഗം നമുക്ക് പറഞ്ഞു തരുന്നത്. ഏകാഗ്രമായിട്ട് ഏതെങ്കിലും ഒരു ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കൂ. ആ നാമം ജപിച്ച് ജപിച്ച് നമശിവായ 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 നമശിവായ, അവസാനം നാമം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാമത്തിന് ശേഷം അടുത്ത നാമം വരുന്നതായിട്ടുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ എന്താ ഉള്ളത്? അവിടെ പരിശുദ്ധമായിട്ടുള്ള ചൈതന്യമാണ് ഉള്ളത്. ആ ചൈതന്യത്തെ അനുഭവിക്കൂ. അതിൻ്റെ അഗാധതയിലേക്ക് ഇഴങ്ങിച്ചെല്ലൂ. അതിൻ്റെതായിട്ടുള്ള ദൈർഘ്യം വർദ്ധിപ്പിക്കൂ. അതാണ് ധ്യാനാഭ്യാസത്തിൽ കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ എന്താ ഉണ്ടെന്നത്? വാക്കിൻ്റെ അവസാനം അവൻ പ്രത്യക്ഷമാകുന്നു. ആര്? ഭഗവാൻ പ്രത്യക്ഷമാകുന്നു. അതാണ് വചസാം വിരാമേ എന്ന് പറഞ്ഞത്. അപ്പം ഇത് മുഴുവൻ തന്നെ എന്താണ്? മനസ്സിൻ്റെ സമ്മോഹം മാത്രമാണ്. അതിന് ആത്മസ്വരൂപം ഒഴികെ ഇതിന് യാതൊരു വിധത്തിലുള്ള അവലംബവും ആശ്രയവും ഇല്ല. മോഹം അല്ലെങ്കിൽ ഭ്രമം കാരണമായിട്ട് ജഡചൈതന്യങ്ങളുടേതായിട്ടുള്ള ചേർച്ച നമ്മൾ അനുഭവിക്കുന്നവൻ അഹമാണ്. മായാനിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ താതാത്മ്യത്തെ സൃഷ്ടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ സംസരിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. ഇത്രയും ഉപദേശം കേട്ടതോട് കൂടിയിട്ട് ഉദ്ധവൻ്റെതായിട്ടുള്ള സംശയങ്ങളൊക്കെ തന്നെ നീങ്ങി. സംസാരം എന്നുള്ളത് അഹം എന്ന വ്യാജൻ്റേതാണ്. വാസ്തവത്തിൽ ഇല്ലാത്തവനാണ് പ്രതിഫലനം. അതുകൊണ്ട് അഹം എന്നുള്ള വ്യാജൻ്റെതാണ്. അത് പ്രതിബിംബം മാത്രമാണ്. ഞാൻ ആരാണ്? ഞാൻ വാസ്തവത്തിൽ ബിംബമാണ്. ആ ബിംബം സത്യജിത്ത് ആനന്ദ സ്വരൂപമാണ്. കേവല ശിവോഹം എന്നുള്ളതായിട്ടുള്ള അനുഭവം അവനുണ്ടാകുന്നു. ഇതാണ് നമ്മൾ ഈ ശരീരത്തിൽ വെച്ചിട്ട് നേടിയെടുക്കേണ്ടിയിരിക്കുന്നത്. ഇത് നേടിയെടുക്കുന്നതായിട്ട് സമയത്ത് എന്തുണ്ട്? പലതരത്തിലായിട്ടുള്ള വിഘ്നങ്ങൾ ഉണ്ടാവും. ആ വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. നിരന്തരമായിട്ടുള്ള നാമസങ്കീർത്തനവും ധ്യാനവും യോഗേശ്വരന്മാരുടെ ആചരണങ്ങളും അവയൊക്കെ തന്നെ നമുക്കിതിന് സഹായമായിരിക്കുന്നു. കണ്ടോ? ശരീരത്തിന് ക്ഷീണമുണ്ടാവാം, ക്ഷയമുണ്ടാവാം. പക്ഷെ അതേ സമയത്തോ ആത്മാവിന് യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ ക്ഷയമോ ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു ഉദാഹരണം അവിടെ പറയുന്നത് വൃക്ഷവും അതിൻ്റെ ഫലവും കൂടിയിട്ട്. വൃക്ഷം പ്രായേണ യാതൊരു മാറ്റവും ഇല്ലാതെ ഇരിക്കണു. പക്ഷെ അതിൻ്റെ കായയാവട്ടെ എന്തുണ്ട്? അതാദ്യമായിട്ട് ഉണ്ടാവുന്നു, പിന്നെ അത് വളരുന്നു, പാകമാകുന്നു, പിന്നെ പഴുക്കുന്നു, പിന്നെ നശിക്കാനിടയാകുന്നു. അതേ സമയത്ത് വൃക്ഷം അതേമാതിരി നിൽക്കുന്നുവല്ലോ. ഇതേമാതിരി ഞാൻ ആത്മസ്വരൂപിയാണ്, എനിക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് അനുഭവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. അല്ലാണ്ട് ശരീരപോഷണത്തിന് അതിയായിട്ടുള്ള പ്രാധാന്യം കൊടുക്കരുത്. ശരീരപോഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ ഒരു മുതലയെ മരത്തടി എന്ന് വിചാരിച്ചിട്ട് നദിയെ കടക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു അത്രേ. അതേപോലെ ആയിട്ട് തീരും എന്ന് ശങ്കര ഭഗവത് അതിൽ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ വേണ്ടത്ര അച്ചടക്കം പാലിക്കണം. എല്ലാറ്റിലും ഒരു നിയന്ത്രണം ഉണ്ടാവട്ടെ. അനാവശ്യമായിട്ടുള്ള ഉദ്വേഗം, ഉത്കണ്ഠ എന്നുള്ളത് ഒഴിവാക്കണം. ഭഗവാന്റേതായിട്ടുള്ള പ്രസാദമുണ്ടുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.
ഭഗവാനെ ആശ്രയിച്ച് യോഗചര്യകൾ അനുഷ്ഠിക്കുന്നതായിട്ട് സാധകനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഘ്നങ്ങളും ബാധിക്കുകയില്ല. ഇപ്രകാരം സാധനകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ വെച്ച് തന്നെ മോക്ഷ സായുജ്യം നേടാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ പരമാർത്ഥ ഉപദേശത്തെ ഇവിടെ ഉപസംഹരിക്കുന്നത്. ഇതുവരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.